ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെൺമക്കൾ അധികരിച്ച വ്യക്തിയാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയാണ്, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. ഇബ്നു മസ്ഊദേ നീ നിന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇതാ അവിടുത്തെ ഖിലാഫത്തിരിക്കുന്ന കാലഘട്ടത്തിൽ, അവിടുന്ന് ഖലീഫയായ കാലഘട്ടത്തിൽ എന്റെ വീട്ടിലേക്ക് ഒരു സ്വർണത്തിന്റെ കിഴി തന്നു വിടുകയാണ്. ഞാനത് സ്വീകരിച്ചില്ല. സ്വർണത്തിന്റെ കിഴിയാണ്. ഞാൻ പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിഅ. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഇതാ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പറയാനുള്ളൊരു എബിലിറ്റി എന്താ ഈ പറയുന്നത്? ഖുർആനിൽ അവലംബം കൊടുക്കാൻ. ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിഅ പഠിച്ചിട്ടുണ്ട്, എന്റെ പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു സഹാബി പറയാൻ. സ്വർണത്തിന്റെ കിഴി കൊണ്ട് കൊടുക്കുമ്പോഴേ ഓർത്തു നോക്കി എന്തൊരു ഈമാനാണ്. നമുക്കിപ്പോ 15,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ഒരു 10,000 രൂപയും കൂടെ തന്നു കഴിഞ്ഞാൽ 2 കൈ നീട്ടി കടന്നു വാങ്ങും നമ്മള്, അല്ലേ? വേണ്ടാന്ന് പറയാ ആരെങ്കിലും? പറയൂല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. വാങ്ങണം. ഹദിയ നമ്മൾ വാങ്ങും വേണം. നമ്മളങ്ങനെ വാങ്ങും. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു നയാ പൈസ വേണ്ട. കാരണം ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അടുത്ത ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വന്നു. ഇതേപോലെ സ്വർണത്തിന്റെ ഒരു കിഴി കൊണ്ട് കൊടുത്തു. അദ്ദേഹം വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനും ഓതും, എന്റെ പെൺമക്കളും ഓതും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിലും ഇതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തായി. അടുത്ത ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്തുവിടുന്നു. സ്വർണത്തിന്റെ കിഴി വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ എന്റെ പെൺമക്കൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. ഓതാൻ തയ്യാറുണ്ട് അഴീക്കോട് ജട്ടിയിലെ സഹോദരങ്ങൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാരാ ഓതേണ്ടത്? പെൺമക്കളാണ് ഇത് ഓതേണ്ടത്. എന്റെ സഹോദരിമാരാണ് ഓതേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്ത്രീകളോടാണ്. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. സ്ത്രീകളെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ, സൂറത്തുൽ വാഖിഅ ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിങ്ങളുടെ ഭർത്താവ് ഇതാ കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ പാതിരാത്രി സമയത്തും ഇതാ സൂറത്തുൽ വാഖിഅ നീ വീട്ടിലോതിയാൽ ദാരിദ്ര്യം നിർമാർജനമാണ്. ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിന്റെ അർത്ഥം കെട്ടിയന്മാര് ഖുർആനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിരുന്നും വേണ്ട ഉസ്താദ് TV കണ്ടോളാൻ പറഞ്ഞു അർത്ഥമല്ല. നമ്മൾ ഓതണം. അതോടൊപ്പം ആര് ഓതണം? സഹോദരിമാര് ഓതണം. നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കണം സൂറത്തുൽ വാഖിഅ. അവരോടാണ് കൽപ്പന അല്ലാഹുവിന്റെ റസൂലിന്റേത്. ഇന്ന് പക്ഷേ മിക്ക സഹോദരിമാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഉമ്മമാര് ഓതുന്നുണ്ട്, അതുപോലെ സ്ത്രീകൾ ഓതുന്നുണ്ട്, മക്കളെ കൊണ്ട് ഓദിക്കുന്നില്ല. ഓദിക്കണം. പാപ്പായുടെ സ്കൂട്ടറും S3-ഉം S4-ഉം S5-ഉം ഒക്കെ എനിക്ക് താന്ന് പറയുന്ന മക്കള് പാപ്പാക്ക് സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി എന്താ ചെയ്തു കൊടുത്തൂടെ? സാമ്പത്തികം ഉണ്ടാകാനുള്ള ഒരു പോംവഴിയാണ് എന്ത്? സൂറത്തുൽ വാഖിഅ ഓതുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ വാഖിഅ ഓതുക. അപ്പൊ നേരത്തെ പറഞ്ഞ അസ്മാഉൽ ഹുസ്ന ഉണ്ട്. 11 പ്രാവശ്യം സുബഹി കഴിഞ്ഞ് 15 എന്തും പറഞ്ഞു? സൂറത്തുൽ വാഖിഅയും പറഞ്ഞു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചരിത്രത്തിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ വഫാത്തായി പോയി. പക്ഷേ അദ്ദേഹത്തിനോ കുടുംബത്തിനോ, പെൺമക്കൾ അധികരിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ജീവിതത്തിൽ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് അല്ലാഹു കൊടുത്തിട്ടില്ല. എന്തേ കാരണം? സൂറത്തുൽ വാഖിഅ അവർ ഡെയിലി പാരായണം ചെയ്യുമായിരുന്നു. നമ്മുടെ മക്കളോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആൻ ഓതണം, ഖുർആനുമായി ബന്ധം വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മറ്റൊരു ശ്രേഷ്ഠതയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഡീഷണലായി ഒരു ഹെൽപ്പർമാരെയും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല.
നബിതങ്ങളുടെ കൂടെ സഹായത്തിന് ഞാനും കൂടെ ഒരാളും കൂടെ ഇരുന്നിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് പറയാം. വേണ്ട, നമ്മുടെ കൂടെ വരണ്ട, നബിയുടെ കൂടെ ആരുമില്ല, മുഹമ്മദ് നബി തരിച്ചാണ്. ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും എന്തുണ്ടായിട്ടുണ്ട്? അഡീഷണൽ ഹെൽപ്പർമാർ ഉണ്ടായിട്ടുണ്ട്. നൗഷാദ് ഭായ് ബക്കറ്റ് വിരിക്കണ്ടേ? ഉണ്ടോ? ബിസ്മില്ലാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല സ്വതക്ക കൊടുക്കുക. നമ്മുടെ സ്വതക്കകൾ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നല്ലൊരു സ്വതക്ക സമാപന ദിവസമാണ്. നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ, കാര്യക്ഷമമാക്കുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ തമാശയും പാട്ടൊന്നും ഇല്ലല്ലോ, ഖുർആനും ഹദീസും വെച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബറക്കത്തുണ്ടാവും ഈ സദസ്സിൽ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹോദരിമാരുൾപ്പെടെ ബക്കറ്റ് വരുമ്പോൾ ഒന്ന് കാര്യക്ഷമമാക്കി നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കകൾ 1000, 2000, 10000, 25,000, ഒരു പവനൊക്കെ നിങ്ങൾ നേർച്ചയാക്കിയവർ, കൊടുക്കാൻ വേണ്ടി നിയത്താക്കിയവർ, രോഗശമനത്തിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ നിയത്ത് വെച്ചിട്ടുള്ള സഹോദര സഹോദരിമാരൊക്കെ ആ ബക്കറ്റിൽ നിങ്ങൾ നിയത്ത് എഴുതി അതിൽ കൊടുക്കുക. അവരുടെ സംഘാടകരെ ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ നൽകുന്ന സ്വതക്ക പാരത്രിക ലോകത്ത് വിജയത്തിന് അല്ലാഹു നിദാനമാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാകുന്ന ഒരു ദിക്ർ പഠിപ്പിക്കും. ആ ദിക്ർ നമ്മൾ 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലിയാൽ നാളെ ഈ സമയം വരെ തീർച്ചയായിട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചൊല്ലിയവനും ദിക്ർ ചൊല്ലിയവളുമായി ഗണിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് പ്രത്യേകത? എന്താ? ആ ദിക്ർ ചൊല്ലിയാൽ, ഇന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ നാളെ ഈ സമയം വരെ ദിക്ർ ചൊല്ലിയവനും ചൊല്ലിയവളുമായി അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തും, ലിസ്റ്റിൽ രേഖപ്പെടുത്തും. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കും, വളരെ ശ്രദ്ധിക്കും. ആരാണ് ഹബീബ് റസൂലുള്ളാഹി? എല്ലാവരും ഒന്ന് ഒരാൾക്ക് മൗലാദിലേക്ക് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വലം തുസുന്നത മൻ അഹ്യൽ ലലാമ ഇലാ അനിഷ്തകാത قدما الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാരാണ്? ഒരു ചരിത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു ഉസൈദ് ബിൻ ഹുദൈർ എന്ന സഹാബിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വർത്തമാനം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ രാത്രി വല്ലാതെ കൂരിരുട്ടാണ്. നിലാവിന്റെ വെളിച്ചം അല്പനേരം ഉണ്ടായിരുന്നു. അല്പനേരം മുന്നോട്ട് പോയപ്പോ ആ നിലാവിന്റെ വെളിച്ചവും അസ്തമിച്ചു പോവുകയാണ്. അതാ കൂരിരുട്ടൂടെ നടന്നു പോകവേ ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കൈ വലത് കൈ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. വലത് കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അൽ ഇസാബയിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ഫഅളാഅലഹു, അദ്ദേഹത്തിന് വേണ്ടി തന്റെ കൈയങ്ങ് പ്രകാശിക്കുകയാണ്. കൈ പ്രകാശിക്കുകയാണ്. ആ പ്രകാശത്തിലൂടെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ചേരുകയാണ്. ഇഴജന്തുക്കളുള്ള കാട്ടിലൂടെ അതാ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നണയുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടുകാര് ചോദിച്ചു പോയി, നിങ്ങളുടെ കൈ ഇത്രത്തോളം പ്രകാശിക്കാൻ കാരണമെന്താണ്? ഇത്രത്തോളം ഈ കൂരിരുട്ടിൽ ഒരു ടോർച്ചിനേക്കാൾ പ്രഭ പരത്തിക്കൊണ്ട് നിങ്ങളുടെ കൈ ഇത്രത്തോളം പ്രകാശിക്കാനുള്ള കാരണമെന്താണ്? ഫഖാല ഇമ്രാൻ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ, അല്ലയോ പ്രിയപ്പെട്ടവളെ, നിന്നോട് ഞാൻ സത്യം തുറന്നു പറയുകയാണ്. എന്റെ ഈ കൈ പ്രകാശിക്കാനുള്ള കാരണം എന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ തൃക്കരത്തിലേക്ക് എന്റെ കൈ ഞാൻ വെച്ചിട്ടുണ്ട്.
മാ മസിസ്തു ബിയദി ذكري منذ أني بايعت النبي صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്ത് ചെയ്തതിനു ശേഷം എൻ്റെ ഈ വലത് കൈ കൊണ്ട് ഇന്ന് വരെ എൻ്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. എൻ്റെ ലൈംഗിക അവയവത്തിൽ ഇന്ന് വരെ എൻ്റെ വലത് കൈ സ്പർശിച്ചിട്ടില്ല. മാ മസിസ്തു ബിയദി, എൻ്റെ വലത് കൈ കൊണ്ട് ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. ബിദക്കരി, എൻ്റെ ദക്കറിലേക്ക്, എൻ്റെ ജനനേന്ദ്രിയത്തിലേക്ക് എൻ്റെ വലത് കൈ ഞാൻ ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല. ഏത് സമയം മുതൽക്കെന്നറിയുമോ? മുൻദു അന്നീ ബായാത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പൊങ്കവരുടെ വലത് കൈയിലേക്ക് എന്റെ കൈയൊന്നടിച്ചതിന് ശേഷം, ബൈഅത്ത് ചെയ്തതിന് ശേഷം ഞാൻ ഇന്ന് വരെ എന്റെ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. ആ പ്രവാചകരുടെ കൈയോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. ഇജ്ലാലം വ തഅലീമാ ബിയദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയോടുള്ള എന്റേതാകുന്ന താല്പര്യമാണ്, എന്റെ സ്നേഹമാണ്, ബഹുമാനമാണ്. അത് കാരണമായിട്ട് എന്റെ വലത് കൈ പ്രകാശിക്കുകയാണെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ബൈഅത്ത്? ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും തങ്ങൾ മുഹമ്മദ് നബിയാണ്, അവിടുത്തെ പ്രവാചകരാണ്, അവിടുത്തെ അബുദാണ്. ഞാനിതാ സാക്ഷ്യം വെക്കുന്നു. അലയ്യ ബിസ്സമഇ വ ത്വാഅ, അലയ്യ ബിസ്സമഇ വ ത്വാഅ. നിങ്ങൾ അനുസരിക്കാൻ, നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കാൻ ഞാനിതാ തയ്യാറാണ്. ഇതിത്രയും നേരമേ ബൈഅത്തുള്ളൂ, അഥവാ 10 സെക്കൻഡ് മാത്രമാണ് നബിയുടെ കയ്യിൽ അടിച്ച് ബൈഅത്ത് ചെയ്യുന്നത്. ആ 10 സെക്കൻഡ് നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകളിലേക്ക് എന്റെ കൈയൊന്ന് തട്ടിയത് കൊണ്ട് ഇതാ എന്റെ കൈ പ്രകാശിക്കുകയാണ്. കഴിക്കോട് ചട്ടിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, സിനിമാ താരങ്ങളെയും സിനിമാ നടിമാരെയും ഹൃദയത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങളെ, എത്രയോ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ചെവികളിൽ, എത്രയോ പാവപ്പെട്ട സഹോദരന്റെ കാതുകളിൽ ഇതാ മുഴങ്ങി കേൾക്കുന്നത് അശ്ലീലതയാണ്, സിനിമാ പാട്ടുകളാണ്. എത്രയോ സഹോദരങ്ങളുടെ മൊബൈൽ ഫോണിൽ അശ്ലീലമാക്കപ്പെട്ട സിനിമകളാണ്, സിനിമാ പാട്ടുകളാണ്. പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടതിന് പകരം, ഖുർആൻ കേൾക്കേണ്ടതിന് പകരം ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്നവരില്ലയോ? സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നവരില്ലയോ? അശ്ലീലമാക്കപ്പെട്ട സിനിമകളും ഗാനങ്ങളും കണ്ടുകൊണ്ട് രസിക്കുന്നവരില്ലയോ? എത്രയോ മോശപ്പെട്ട പ്രവണതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, യുദ്ഫഉ അൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ കേൾക്കാൻ തയ്യാറാകണേ മുസ്ലിമേ, കേൾക്കാൻ തയ്യാറാവണേ പെങ്ങളെ. ഖുർആൻ കേൾക്കുന്നവരുണ്ടോ? ഖുർആൻ ഓതുന്നവരുണ്ടോ? അവർക്ക് ഭൗതികവും ആത്മീയവുമാകുന്ന ലോകത്ത് രക്ഷയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങളെ കുറിച്ചുള്ളതായ മദഹ് കീർത്തനങ്ങൾ കേൾക്കാൻ ഇന്ന് കാതുകളില്ല, ചൊല്ലാൻ ഇന്ന് നാവങ്ങളില്ല, പ്രവാചകരെ മദഹ് ചെയ്യാൻ ഇന്ന് നാവുകളില്ല. നാവിനെ അശക്തമാക്കിയതെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കണ്ടയോ മുസ്ലിമേ, പ്രകീർത്തിക്കണ്ടയോ? ലോകത്തിന്റെ നായകനാരാണ്? നൂറുൻ അലാ നൂർ,
പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. ആയിഷാ ബീവി പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ എൻ്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് പോവുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോവുകയാണ്. കൂരിരുട്ടാണ് എൻ്റെ റൂം, ചെറിയ വീടാണ്. ഇന്നത്തെ പോലെ ലൈറ്റുകളില്ല, ഇന്നത്തെ പോലെ ബൾബുകളില്ല, ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ല. കരണ്ട് വെളിച്ചത്തിൽ ഞാൻ എൻ്റെ റൂമിൽ കിടന്നുകൊണ്ട് തപ്പുകയാണ്, തിരയുകയാണ്, എൻ്റെ സൂചി തിരയുകയാണ്. ഫദഖല അലയ്യ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ അതാ കടന്നു വരുകയാണ്. നബി തങ്ങളുടെ മുഖത്ത് നിന്ന് പ്രകാശമടിക്കുകയാണ്. ആരാണ് പറയുന്നത് സഹോദരാ? ആരാണ് പറയുന്നത് സഹോദരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലയോ, ആയിഷ ബീവി അല്ലയോ? നബിയുടെ മുഖത്ത് നിന്ന് പ്രകാശമടിക്കുകയാണ്. ആ പ്രകാശത്താൽ, പ്രകാശത്തിന്റെ ശോണിമയാൽ നബി തങ്ങൾ അതാ കടന്നു വന്നപ്പോ എന്റെ റൂമിന്റെ നിലത്ത് കിടന്നുകൊണ്ട് തിരയുന്ന സൂചി എനിക്ക് നല്ലതുപോലെ കാണാൻ സാധിച്ചുവെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. ആ പ്രവാചകർ ഒരു സാധാരണ വ്യക്തിത്വമാണോ? നൂറുൻ അലാ നൂർ, പ്രകാശമാണ്, പ്രകാശമാണ്. ആ പ്രവാചകന്റെ എന്റെ വലത് കൈയിലേക്കൊന്ന് 10 സെക്കൻഡ് വെച്ചപ്പോ ഇതാ എന്റെ കൈതാ പ്രകാശിക്കുകയാണ്, ബൾബ് പ്രകാശിക്കുന്നത് പോലെയെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അൽ ഇസാബ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിലേക്ക് ഒരു 10 മിനിറ്റ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ് അലിയ ബിസ്മഇ വതആ. കഴിഞ്ഞു. അടുത്ത സ്വഹാബി വീണ്ടും വെക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ് അലിയ ബിസ്മഇ വതആ. ഇതാണ് എന്ത് ബൈഅത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ കെട്ടിപ്പിടിച്ച് 10-15 മിനിറ്റ് അങ്ങനെ നിൽക്കാന്നല്ല. അത്രേ ഉള്ളൂ. പക്ഷെ ഈ കൈയടിക്കലോടുകൂടി ഞാൻ പിന്നീട് ഒരു കാര്യം ശ്രദ്ധിച്ചു. നബിയുടെ കൈ വെച്ച കൈയല്ലേ, ഞാൻ പിന്നീട് ഇന്ന് വരെ എന്റെ ജനനേന്ദ്രിയത്തിൽ ഈ വലത് കൈ കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ ഒരു സൂക്ഷ്മതയാണ്. സൂക്ഷ്മത അങ്ങനെ സൂക്ഷിച്ചതിന്റെ പേരിൽ എന്ത് പറ്റി? അതിന്റെ പ്രകാശം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കൈ ഇങ്ങനെ പ്രകാശിക്കുക. രാത്രി വഴി കൂടെ പോകുമ്പോൾ ട്യൂബ് ലൈറ്റ് കൈ. നിങ്ങൾക്ക് ആശങ്ക തോന്നുന്നുണ്ടോ? ആശങ്കയുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ആരാൻ? നവവി ഇമാം ആരാൻ? നബി തങ്ങളെ മഹബത്ത് വെച്ച വ്യക്തി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം കിതാബ് രചിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിളക്കണഞ്ഞു പോയി, വിളക്ക് പെട്ടെന്നണഞ്ഞു പോയി. ഉടനെ അദ്ദേഹത്തിന്റെ വിരലിങ്ങനെ വെച്ചു വന്നാണ്. വിരൽ ഉടനെ തന്നെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഇതൊക്കെ കിതാബുകളിലുണ്ട്, നോക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. റാഫി ഇമാം റളിയല്ലാഹു അൻഹു കിതാബ് രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞു പോയി. ഉടനെ അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ളതാകുന്ന മരങ്ങൾ, അതിന്റെ ശിഖരങ്ങൾ ഇതാ ഈ നിൽക്കുന്ന വൃക്ഷം പോലെ വന്നിട്ട് ശിഖരങ്ങൾ ഇങ്ങനെ വന്ന് താന്നു കൊടുത്തു. എന്നിട്ട് ആ ശിഖരങ്ങൾ മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങി. ആ പ്രകാശത്താൽ ഞാൻ കിതാബ് എഴുതി പൂർത്തീകരിച്ചു. ഇമാം റാഫി റളിയല്ലാഹു അൻഹു. ഇവർക്കൊക്കെ എവിടുന്ന പ്രകാശം കിട്ടിയത്? മുഹമ്മദ് നബിയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകാശമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിൽ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മുഖത്തിന്റെ പ്രകാശം നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ആകുമ്പോൾ വീട്ടിലെന്ത് വേണ്ട, സോളാറൊന്നും വേണ്ട, വഴിയില്ല, നമ്മുടെ കൈമതി. നമ്മൾ നബിയിലേക്ക് അങ്ങ് അടുക്കണം, ലയിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വലാത്തിലൂടെ എടുക്കണം, ദിക്റിലൂടെ എടുക്കണം, നബിതങ്ങളുടെ തിരുസുന്നത്തുകൾ എടുക്കണം. എത്ര സുന്നത്ത് എടുക്കാൻ കഴിയും നമുക്ക്? തലയിൽ തൊപ്പി വെക്കുന്ന എത്ര ആളുകളുണ്ട്? വലിയ മടിയാണ് മിക്കവർക്കും, വലിയ മടിയാണ്. നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ പോലും നമുക്ക് മടിയാണ്, അല്ലേ? താടി ഒന്ന് വെക്കാൻ മടിയാ. സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഏതൊക്കെ കോലങ്ങൾ കെട്ടുന്നുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യും. നടന്മാരാരോ താടി വെച്ചപ്പോൾ ചെറുപ്പക്കാരൊക്കെ താടി വെച്ചു. ഇപ്പൊ ഏതോ ഒരു നടൻ വടിച്ച് കണ്ണാടിയിട്ട് കിടപ്പുണ്ട്. അപ്പൊ പിള്ളേരൊക്കെ എന്തായി? വടിച്ച് കണ്ണാടിയിട്ട് കിടക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ പോയി നമ്മുടെ സമൂഹം? അത് സുന്നത്തുകൾ, നബിയുടെ സുന്നത്തെടുക്കാൻ മടി, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. നബിയുടെ സുന്നത്തെടുക്കാൻ പറയുമ്പോൾ ഉസ്താദെ താടി വെച്ച എനിക്ക് ചൊറിയ ഉസ്താദ് എന്നാ പറയുന്നത്. സിനിമാ നടന്മാർ വെക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, അപ്പോൾ അവന് ഉടനെ തന്നെ ഉപ്പിൻ പറ്റും. സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ സീരിയൽ നടിമാരുടെ വസ്ത്രം, അവരുടെ ആഭരണങ്ങൾ അതേ മോഡൽ തന്നെ പോയി ചോദിച്ചു വാങ്ങി അത് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇസ്ലാമിക വസ്ത്രമുദാഹരണം പറയുമ്പോൾ ഉടനെ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഹമ്മദ് നബി ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ വ്യക്തിയല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അഡീഷണൽ ഹെൽപ്പറെ പോലും അള്ളാഹു വെച്ചിട്ടില്ല. അഡീഷണൽ ഹെൽപ്പർ വേണ്ട ആർക്ക്? ഹബീബ് റസൂലുള്ളാഹി.
ലോകത്ത് മറ്റുള്ള എല്ലാവർക്കും അഡീഷണൽ ഹെൽപ്പർമാരുണ്ട്. എല്ലാവരെയും പറയുന്നില്ല. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകരെ മാത്രം എണ്ണുകയാണ്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകർ അത് 5 പേരാണ്, അള്ളാഹുവിന്റെ റസൂൽ ഉൾപ്പെടെ. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം, മദ്രസയിൽ പഠിച്ചതാണ് പണ്ട്, മദ്രസയിൽ പഠിച്ചവര്. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറ്റൊന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നാലാമത്തത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, 5 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് 5 പേര്. ഈ 5 പേരും മുഹമ്മദ് നബി ഒഴികെയുള്ള ബാക്കിയുള്ളതാകുന്ന ഉലുൽ അസ്മിൽപ്പെട്ട 4 ആളുകളെയും എടുത്തു പരിശോധിക്കാം. ബാക്കിയുള്ളവരെയൊക്കെ പിന്നീട് നമുക്ക് പരിശോധിക്കാം. ഇവരല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ, മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠതയുള്ള 5 ആളുകൾ. ഈ 5 ആളുകളെ തന്നെ പഠിച്ചാൽ മതി. അതിൽ 4 ആളുകളെ പഠിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്നുള്ളത് പഠിക്കും. ഒന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം തന്നെ. നൂഹ് നബിക്ക് അഡീഷണൽ ഹെൽപ്പർ ആയിരുന്നു ആര് സാം ബിൻ നൂഹ് അലൈഹി ഇസ്ലാം. ശ്രദ്ധിക്കണം കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ പറയുന്നത്. ഇത് മിക്ക ആളുകൾക്കും അറിയാത്തൊരു വസ്തുതയാണ് ഈ പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കും. നൂഹ് നബിയുടെ മക്കളെയല്ലേ ഇത് എവിടെ കൊത്തുന്നത്? വെള്ളത്തിൽ മുക്കി കൊന്നത്. പിന്നെ എങ്ങനെയാ അദ്ദേഹം പ്രവാചകനായത്? എന്താ ഉസ്താദ് പറയുന്നത്? അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. നൂഹ് നബിയുടെ മക്കൾ 3 ആളുകളാണ്. ഒന്ന് സാമ്, മറ്റൊന്ന് ഹാമ്, മറ്റൊന്ന് യാഫത്ത്. എത്ര മക്കളായി? 3 പേരായി. ശ്രദ്ധിക്കണം. ഒന്ന് സാമ്, മറ്റൊന്ന് ഹാമ്, മറ്റൊന്ന് യാഫത്ത്. നൂഹ് നബിയുടെ മൂത്ത മകനാണ്. നൂഹ് നബിയുടെ മൂത്ത മകനാണ് ആര്? സാം ബിൻ നൂഹ് അലൈഹിസ്സലാം. ഉറക്കെ പറയും. സാം അലൈഹിസ്സലാം നൂഹ് നബിയുടെ മകനാൻ. അദ്ദേഹം ആരായിരുന്നു? പ്രവാചകനായിരുന്നു. അദ്ദേഹത്തെ അഡീഷണൽ ഹെൽപ്പറായിട്ട് അള്ളാഹു നിശ്ചയിച്ചു. ആർക്ക്? നൂഹ് നബിക്ക് തന്നെ അഡീഷണൽ ഹെൽപ്പറാണ് മകൻ. അപ്പൊ ഒരാളെ മാറ്റി നിർത്തി. അടുത്തയാള് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകരെ മാത്രമേ പറയുന്നുള്ളൂ. ഇത് പറഞ്ഞിട്ട് കുറെ മദ്ഹ് പറയാനുണ്ട് നബിയുടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, മണി 11 ഇങ്ങനെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇരിക്കാമെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയും. ഇരിക്കൂലേ? ഇരിക്കാമെന്നുള്ളത് കൈ ഉയർത്തിക്ക്. അള്ളാഹു കുടുങ്ങിയോ? ചോദിക്കണ്ടായിരുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബിയുടെ മദ്ഹല്ലേ, കുറച്ചും കൂടെ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് നബി എന്നുള്ളത് ആദ്യം കുറച്ച് മുഖദ്ദിമാണ്. അതിനിടയ്ക്ക് ഒരു ചരിത്രം പറഞ്ഞതാണ്. ഇനിയുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ. അതുമായി നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത കുറെ ചരിത്രങ്ങൾ. അള്ളാഹു പറയാനും കേൾക്കാനും നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിൽ നിന്ന് പറയുമ്പോൾ നബിയെ കുറിച്ചുള്ള ഒരു മഹബത്ത് തിങ്ങിയ ഖൽബുമായിട്ട് വേണം പോകാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ആരെങ്കിലും സാധാരണക്കാരനാന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്തടിച്ചോണം. ഒന്നും പേടിക്കണ്ട. കാരണം എന്താ? അത്ര ഇഷ്ക് നമ്മൾ ഇവിടുന്ന് ആർജിച്ചു കൊണ്ടുപോവാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു അഡീഷണൽ ഹെൽപ്പർ ഇല്ല, ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട് എന്നുള്ളതിനെ സുബൂത്താക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ ഒന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഡീഷണൽ ഹെൽപ്പർ അദ്ദേഹത്തിന്റെ മകനാകുന്ന സാം ബിൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാമത്തെ ആള് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബിയുടെ അഡീഷണൽ ഹെൽപ്പർ ആരായിരുന്നു? പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു ചരിത്രം പറയാൻ പോവാണ്. സൂറത്തുൽ ദാരിയാത്ത് ചരിത്രം. ഖുർആൻ പറഞ്ഞ ഒരു കഥയിലേക്ക് പോവാണ് നമ്മുടെ മനസ്സ്. കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹീമൽ മുകറമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ قال سلام قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون فأوجس منهم خيفة قالوا لا تخف فبشروه بغلام عليم فأقبلت امرأته في صرة فسكت وجهها وقالت عجوز عقيم قالوا كذلك قال ربك إنه هو الحكيم العليم.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയാ. ഭയങ്കര സൽക്കാരപ്രിയനാണ് ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ മാതൃക പിൻപറ്റി അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ അതിഥി വരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പറയും, ഓ ആ ഡേറ്റിൽ നമ്മൾ കാണൂലല്ലോ എന്ന് പറയും. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാനിവിടെ ഉണ്ടാകും, നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്ന സൈസാണ്. അള്ളാഹു ആ സ്വഭാവം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയാ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വ്യക്തിയാണ് പ്രവാചകനാണ് ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിൽ എന്തിന് അല്ലാഹു പറയുന്നു? അദ്ദേഹം അത്രമേൽ പ്രധാനമായ വ്യക്തിയാണ്. ഭയങ്കര സംഭവമാണ് ഇബ്രാഹിം നബി. إن إبراهيم كان أمة قانتا لله حنيفا قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. അദ്ദേഹം ഒരു സംഭവമാണ്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ. അദ്ദേഹം ഒരു സമുദായമാണ്, ഒരു പ്രസ്ഥാനം. നമ്മൾ പറയില്ലേ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ടെന്ന്, ഇന്ന ആള് വേറെ ഒരു പ്രസ്ഥാനമാണ്, ഒരു സംഭവം എന്ന് പറയില്ലേ, അത് പറച്ചില് ഖുർആൻ പറഞ്ഞ പറച്ചിലാണ് അത്. കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു സമുദായമാണ്. ആര്? ഒരു സമുദായമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് നമ്മൾ പറയൂലേ, അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആളാരാണ്? ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആളൊരു സംഭവം ഉണ്ടാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ചിന്തിക്കും, നമ്മുടെ 2 ആഘോഷം, ഒന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. എന്തിന് വലിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നു? ചിന്തിക്കുക. കാരണം ഇബ്രാഹിം നബി ആളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സാ. ആരാണ് ഇബ്രാഹിം നബിയുടെ മാർഗത്തെ വിട്ടുകൊണ്ട് പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്, അവൻ പമ്പര വിഡ്ഢിയാണെന്ന് വിശുദ്ധ ഖുർആൻ. വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സാ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ വിട്ട് മാറി ചിന്തിക്കുന്നവനാര്? അവൻ വമ്പര വിഡ്ഢിയാണ്. ഖുർആൻ പറയാ സഫിഹ നഫ്സ, സ്വന്തം ശരീരത്തെ തന്നെ വിഡ്ഢിയാക്കിയവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇബ്രാഹിം നബി ആളൊരു പ്രസ്ഥാനമാണ്, ഒരു സംഭവമാണ്, ഒരു സമുദായമാണ്. ആ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് ഇതാ മനുഷ്യരുടെ കോലത്തിൽ ഏതാനും ചില മലക്കുകൾ കടന്നു വരികയാണ്. ഭയങ്കര ചരിത്രമാണിത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ മനുഷ്യന്റെ കോലത്തിലാണ് വരുന്നത്. ടിപ് ടോപ്പായിട്ട് റാഹത്തായ നിലയിൽ വരുന്നു. ആരാ വരുന്നത്? മലക്കുകളാണ്. മലക്കുകൾക്ക് അങ്ങനെ മനുഷ്യന്റെ കോലം രൂപം പ്രാപിക്കാൻ പറ്റുമോ? പറ്റും. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖിൻസീരി ശഫീഉന റസൂലുള്ളാഹി. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിലല്ലാത്ത രൂപത്തിലൊക്കെ മലക്കുകൾ രൂപം പ്രാപിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വൽ ഖിൻസീർ. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം പ്രാപിക്കും പിശാച് ഇബ്ലീസ് എന്ന് ശഫീഉന റസൂലുള്ളാഹി. ഇബ്ലീസ് ഏത് കോലത്തിൽ വരും? പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരും. അപ്പൊ പട്ടിയും പന്നിയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇതാരാണ്? പിശാച് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ആര് പഠിപ്പിച്ചതാ? ഹബീബ് റസൂലുള്ളാഹി. എന്നാൽ മനുഷ്യന്റെ കോലത്തിൽ ആർക്ക് വരാൻ സാധിക്കും? മലക്കുകൾക്ക് വരാൻ സാധിക്കും. എത്രത്തോളം ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു സർപ്പം വന്ന ചരിത്രം, വലിയ ചരിത്രമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ സർപ്പത്തെ അദ്ദേഹത്തിന്റെ ചില ആളുകൾ അതിനെ കൊന്നുകളഞ്ഞു. അവസാനം അവരെ ഹിസാബിടാൻ വേണ്ടി ജിന്നുകൾ കൊണ്ടുപോയെന്നാണ്. ജിന്നുകൾ കോലം മാറി വരാം. എന്തിന്റെ കോലത്തിൽ വരെ? പട്ടിയുടെയും പന്നിയുടെയും കോലം വരെ അവർക്ക് രൂപം പ്രാപിക്കാൻ പറ്റും. സർപ്പത്തിന്റെ കോലത്തിൽ വരും, പാമ്പിന്റെ കോലത്തിൽ വരിക. നമ്മൾ റോഡിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് വേഗം തല്ലിക്കൊല്ലാൻ നിൽക്കണ്ട. 3 പ്രാവശ്യം അതിനോട് പോകാൻ പറയണമെന്നാണ്. 3 പ്രാവശ്യം പോകാൻ പറയാ. ബിസ്മി ചൊല്ലിയിട്ട്. ഇവിടെ വീട്ടുകാർ പേടിച്ചിട്ടുണ്ട്, നാട്ടുകാർ ഭയപ്പെട്ടിട്ടുണ്ട്, പൊയ്ക്കോളൂ എന്ന് പറയാം. 3 പ്രാവശ്യം പറഞ്ഞിട്ടും പോയിട്ടില്ലെങ്കിലാണ് അതിനെ കൊല്ലേണ്ടത് എന്നാണ് സൂഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം. സൂഫിസം അതാണ്. അല്ലാത്തവര് ചിലപ്പോൾ തല്ലിക്കൊല്ലും. അതല്ല ഈ പറയുന്നത്. സൂഫിസത്തിന്റെ മൈൻഡ് അതാണ്. കാരണം എന്താണ്? സർപ്പത്തിന്റെ കോലത്തിലും രൂപത്തിലും ഒക്കെ ആര് വരാൻ ചാൻസ് ഉണ്ട്? ജിന്ന് വരാൻ ചാൻസ് ഉണ്ട്. നല്ല ജിന്നുകളും വരാൻ ചാൻസ് ഉണ്ട്. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വൽ ഖിൻസീരി ശഫീഉന റസൂലുള്ളാഹി എന്ന് പറഞ്ഞതിനർത്ഥം പണമുണർത്തി വീടിന്റെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കാൻ. അപ്പൊ ഉസ്താദ് പറഞ്ഞായിരുന്നു, അയ്യോ പൊന്നുമോനെ പൊയ്ക്കോന്നും പറഞ്ഞ് നമ്മളെ പിടിച്ച് പാലും തേനും കൊളുത്ത് വളർത്തി അവസാനം കൊത്തു കണ്ട് മരിച്ചിട്ട് ഉമ്മന ഉസ്താദിനെ കൊല്ലാൻ വരണ്ട,
എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം സൂഫിസത്തിന്റെ രീതി അതാണ്. 3 പ്രാവശ്യം നമ്മൾ പറയുക. അപ്പൊ നല്ല ജിന്നിൽപ്പെട്ടതാണെങ്കിൽ അതിങ്ങനെ എഴഞ്ഞങ്ങ് പോകുമെന്നാണ്. ഭയങ്കര ചരിത്രം അതുമായി ബന്ധപ്പെട്ടത് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന്റെ കിസ്സയിലുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും അല്ലല്ലോ വിഷയം, സർപ്പത്തിനുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആയത്തും ഹദീസും അതുമായി ബന്ധപ്പെട്ടത് ഒരുപാടുണ്ട്. അള്ളാഹു പിന്നീട് അത് സംവദിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ഇതാ മനുഷ്യന്റെ കോലത്തിൽ 2-3-4 മലക്കുകൾ കടന്നു വന്നു. ആരുടെ മുന്നിൽ? ഇബ്രാഹിം നബിയുടെ മുന്നിൽ വന്നിട്ട് അദ്ദേഹത്തോട് സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി. അവരോട് പറഞ്ഞു, നിങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ. സലാമുൻ ഖൗമുൻ മുൻകറൂൻ, ഖുർആൻ ആയത്താണ്. നിങ്ങൾ പരിചയമില്ലല്ലോ. വേഗം അദ്ദേഹം നേരെ പോയി അടുക്കളയിലേക്ക് പോയി നല്ല ഒരു മൂരുക്കുട്ടിയെ കൊണ്ടുവന്നു പൊരിച്ച് അവരുടെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. വിശുദ്ധമായ ഖുർആൻ പറയാൻ നല്ലൊരു മൂരുക്കുട്ടിയെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പൊരിച്ചു കൊണ്ടുവന്ന മൂരുക്കുട്ടിയെ നോക്കിക്കൊണ്ട് അവരനങ്ങാതെ നിന്നു. കഴിക്കാൻ പറ്റത്തില്ല, കാരണം അവരാരാണ്? മലക്കുകളാണ്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മലമൂത്ര വിസർജനമില്ല, ഭക്ഷണം കഴിക്കലില്ല. അതുകൊണ്ട് തന്നെ മലക്കുകൾ അനങ്ങാതിരുന്നു. ഇത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി ഭയപ്പെട്ടു. എന്താ നിങ്ങൾ കഴിക്കാത്തത് എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വന്നത് നിങ്ങൾക്കൊരു കുട്ടിയുടെ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾ വന്നത് ഒരു കുട്ടിയെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ്. ഉടനെ തൊട്ടപ്പുറത്ത് മറയിൽ നിന്നതാകുന്ന ഭാര്യയാകുന്ന അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഫസക്കത്ത് വജ്ഹഹ, മുഖത്തിങ്ങനെ കൈകൊണ്ടടിച്ചു. അത് അവരുടെ ഒരു ശൈലിയാണ്, അറബി ശൈലിയാണ്. മുഖത്തടിച്ചിട്ട് പറഞ്ഞു, വഖാലത്ത് അജൂസുൻ അഖീം, മച്ചിയും മരടിയുമാകുന്ന ഞാൻ എങ്ങനെ ഇനി പ്രസവിക്കും? എനിക്ക് 90-ലധികം പ്രായമായല്ലോ, ഞാൻ ഇനി എങ്ങനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഖാലൂ കദാലിക ഖാല റബ്ബുകി ഇന്നഹു ഹുവൽ ഹകീമുൽ അലീം. വന്നതാകുന്ന മനുഷ്യരുടെ കോലത്തിലുള്ള മലക്കുകൾ പറഞ്ഞു, റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്, ആ തീരുമാനം അടുത്തിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ ഉടനെ തന്നെ പ്രസവിക്കും, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകും. ഇബ്രാഹിം നബി പ്രായാധിക്യം ചെന്ന സമയത്താണ് മകനുണ്ടാകുന്നത്. ഈ സംഭവമാണിത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹം ഈ മലക്കുകളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നിന്നാണ് മലക്കുകൾ മുഫസ്സിറുകൾ പിടിച്ചത്, അദ്ദേഹത്തിന് ആരുണ്ട്? അഡീഷണൽ ഹെൽപ്പർ ഉണ്ട്. അതാണ് ചിന്തിക്കേണ്ട പാഠം. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം പരിശുദ്ധമായ ഖുർആൻ ഒരു ജുസുവിന്റെ തുടക്കമാണത്. ഖാല ഫമാ ഖതുബുകും അയ്യുഹൽ മുർസലൂൻ, മാ ഖതുബുകും അയ്യുഹൽ മുർസലൂൻ. അല്ലയോ മലക്കുകളെ, നിങ്ങൾ എന്റെ മുന്നിൽ നേരിട്ട് വരാനുള്ള കാരണമെന്താണ്? മാ ഖതുബുകും, നിങ്ങളിപ്പോ ഖിതാബിടാൻ കാരണം എന്താ? നേരിട്ട് വരാനൊരു കാരണമുണ്ട്. നിങ്ങളിപ്പോ മകനെ എനിക്ക് സന്തോഷാർത്ഥം അറിയിക്കണമെങ്കിൽ ഇവിടം വരെ വരണമെന്നൊന്നുമില്ല. അള്ളാഹുവിന് അതെനിക്ക് വഹി ഇട്ടാൽ മതി, ആളെ പറഞ്ഞു വിട്ടാൽ മതി, മലക്കാരെങ്കിലും ഒരാൾ വന്നാൽ മതി, അത് മലക്കിന്റെ കോലത്തിൽ വന്നാലും മതി. പക്ഷെ ഇവിടെ ഇപ്പൊ നിങ്ങൾ വേഷം മാറി വേഷപ്രച്ഛന്നനായി മനുഷ്യന്റെ കോലത്തിൽ ഇവിടെ നേരിട്ട് വരാനുള്ള കാരണം എന്താ? അത് കുട്ടിയുടെ കാര്യം പറയാനൊന്നുമല്ല. മാ ഖുതുബുക്കും അയ്യുഹൽ മുർസലൂൻ, മാ ഖതുബുക്കും അയ്യുഹൽ മുർസലൂൻ. അല്ലയോ അയക്കപ്പെട്ടതാകുന്ന മലക്കുകളെ, നിങ്ങൾ എന്തിനാണ് എന്റെ നേരിട്ട് വന്നത്? എന്തിനാ വന്നത്? അപ്പൊ അവര് പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. إنا أرسلنا إلى قوم مجرمين لنرسل عليهم حجارة من طين مسومة عند ربك للمسرفين فأخرجنا من كان فيها من المؤمنين فما وجدنا فيها غير بيت من المسلمين. അല്ലയോ ഇബ്രാഹിം നബിയെ, ഞങ്ങൾ നേരിട്ട് വരാനുള്ള കാരണം ഇതാ. നിങ്ങളുടെ അഡീഷണൽ ഹെൽപ്പറായ ലൂത്ത് നബിയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ അഡീഷണൽ ഹെൽപ്പർ അല്ലയോ ലൂത്ത് നബി? അദ്ദേഹത്തിന്റെ സമുദായം സ്വവർഗരതിയുടെ ആളുകളാണ്. ആ നാട്ടിലുള്ള ചെറുപ്പക്കാരാകുന്ന മക്കളെ, അതാ നാട്ടിലേതാകുന്ന കിഴവന്മാർ ഇതാ നശിപ്പിക്കുകയാണ്, രതി നിർവേദനം നടത്തുകയാണ്, രതിക്രീഡയ്ക്ക് കൊണ്ടുപോവുകയാണ്. അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇതാ ഞങ്ങൾ അള്ളാഹു നിയോഗിച്ചതാണ്. അനുവാദം വാങ്ങാൻ ഞങ്ങൾ വന്നതാണ്.
വന്നതാണ് ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ. അഴീക്കോട് ചട്ടിയിലുള്ള ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വർഗരതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. മക്കളെ ബാംഗ്ലൂരിലേക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളില്ലയോ? ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇന്ന് ഹോസ്റ്റലിൽ കഴിയുന്നതാകുന്ന അധിക പെൺകുട്ടികളും ഇതാ പരസ്പരം പൂരകങ്ങളാണ്, പൂരകങ്ങളാ. പാതിരാത്രി സമയമായാൽ ഒന്നിച്ചാണ് കിടപ്പ്, ഒന്നിച്ചാണ് നടത്തം. അവര് ശാരീരിക ബന്ധമാണ്, ബന്ധമാണ്. പരിശുദ്ധ ശറഅ് അംഗീകരിക്കാത്തതാണ്, പരിശുദ്ധ ശരീഅത്തിന് ഘടകവിരുദ്ധമാ. നികാഹു റജുലി അർറജുലാ വനികാഹുൽ മർഅതി അൽ മർഅതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് സബാ മിൻഹാ നികാഹു റജുലി അർറജുലാ. പുരുഷനുമായി വേഴ്ച നടത്തുന്ന കാലഘട്ടം കണ്ടാൽ, സ്ത്രീകളുമായി വേഴ്ച നടത്തിക്കൊണ്ട് സായൂജ്യമണിയുന്ന കാലഘട്ടം കടന്നു വന്നാൽ, ഇന്ന് ഈ സമുദായത്തിലെ മക്കള് പ്രതിക്കൂട്ടിലല്ലയോ, പ്രതിക്കൂട്ടിലല്ലയോ? നഊദു ബില്ലാഹ്. കൊച്ചുകുട്ടികളുടെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് അശ്ലീലമാക്കപ്പെട്ട രംഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പ്രായാധിക്യം ചെന്നതായ ഉപ്പമാരില്ലയോ, സഹോദരങ്ങളില്ലയോ? ലൂത്ത് നബിയുടെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ. അവർ തമ്മാടികളാണ് നബിയേ, അവർ അക്രമികളാണ് നബിയേ, അവർ പോക്കിരികളാണ് നബിയേ. അവരെ നശിപ്പിക്കാൻ ഞങ്ങളിതാ പോവുകയാണ് നബിയേ. ഇബ്രാഹിം നബിയോട് മലക്കുകൾ പറയുകയാ, ലിനുർസില അലൈഹിം ഹിജാറതൻ മിൻ തീൻ മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽ മുസ്രിഫീൻ. ആ നാടിനെ നശിപ്പിക്കാൻ പോയാ, തല കീഴായി മറിക്കാൻ പോയാണ്. അവരുടെ തലക്ക് മീതെ ഇതാ തീച്ചൂളകൾ എറിയാൻ പോയാണ്. അവരെ നശിപ്പിക്കാൻ പോയാണ് നബിയേ. ഞങ്ങൾ വന്നത് തങ്ങളോട് അനുവാദം ചോദിക്കാനാണ്, അനുവാദം ചോദിക്കാനാണ്. ഇബ്രാഹിം നബിയോട് ആ മലക്കുകൾ പറഞ്ഞു അത്ര. എങ്ങോട്ട് പോവാ? ഞങ്ങള് ലൂത്ത് നബിയിലേക്ക് പോവാൻ. അദ്ദേഹത്തിന്റെ സമൂഹത്തെ നശിപ്പിക്കണമെങ്കിൽ നിങ്ങളോട് അനുവാദം വാങ്ങണം. കാരണം ലൂത്ത് നബി ആരാ? നിങ്ങളുടെ അഡീഷണൽ ഹെൽപ്പറാണ്. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ ലിനുർസില അലൈഹിം ഹിജാറതൻ മിൻ ദീൻ. സൂറത്തു ദാരിയാത്ത്. ഖാലല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇബ്രാഹിം നബിക്ക് പോലും ആരുണ്ട്? അഡീഷണൽ ഹെൽപ്പർ ഉണ്ട്. ആരാണ്? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മനസ്സിലാക്കി? ഇതൊക്കെ ഖുർആൻ ശരിക്ക് വളരെ ഡീപ്പായി പഠിച്ചെങ്കിൽ ഇതൊക്കെ കിട്ടുള്ളൂ. ഇല്ല ഒന്നും അറിയൂല. ഇതൊക്കെ ഒരു ആദ്യമായിട്ട് കേൾക്കണം. ഇബ്രാഹിം നബിക്ക് അങ്ങനെ ഒരു അഡീഷണൽ ഹെൽപ്പർ ഉണ്ടോ? ഖുർആൻ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റ് രണ്ടുപേരുണ്ട്, അത് നമുക്കറിയാം. ഒന്ന് അദ്ദേഹത്തിന്റെ ഇസ്മായിൽ എന്ന മകനും മറ്റൊന്ന് ഇസ്ഹാഖ് എന്ന മകനും. അങ്ങനെ മൊത്തത്തിൽ 3 അഡീഷണൽ ഹെൽപ്പർമാരുണ്ട് ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി അടുത്ത പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ടവരെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നൂഹ് നബിയെ ചർച്ച ചെയ്തു, അടുത്ത ഇബ്രാഹിം നബിയെ ചർച്ച ചെയ്തു. മൂന്നാമത്തത് മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഡീഷണൽ ഹെൽപ്പറെ അങ്ങോട്ട് ചോദിച്ചാവശ്യപ്പെടുകയായിരുന്നു. എനിക്ക് ഇല്ലാതെ പരിപാടി നടക്കത്തില്ല എന്നാ പറഞ്ഞത്. ഇതിന് പോണമെങ്കിൽ അഡീഷണൽ ഹെൽപ്പർ വേണം. أخي هارون هو أفصح مني ولا أكلم إلا نفسي أخي هارون هو أفصح مني. എന്റെ നാവിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഫിർഔൻ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാകുന്ന ആ തീക്കട്ട എടുത്ത് വായിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാവിനൊരു ചെറിയ സംസാര ബുദ്ധിമുട്ടുണ്ട് മൂസാ നബിക്ക്. അതുകൊണ്ട് മൂസാ നബി പറഞ്ഞു, എന്റെ നാവിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് നല്ല ഫസാഹത്തില്ല, വാക്ക് വലിയ ഒരു ഉച്ചാരണമൊന്നും വരൂല. അതുകൊണ്ട് നല്ല ശബ്ദമാധുര്യത്തിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ആരാ? എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. മൂസാ നബിയുടെ ജ്യേഷ്ഠനാണ് ആര്? ഹാറൂൻ നബി അലൈഹി സ്വലാം. അതുകൊണ്ട് എന്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന ഹാറൂനിനെ കൂടി എന്റെ കൂടി അയക്കണം, ഞങ്ങൾ രണ്ടുപേരും പോക്കൊള്ളാം.
അങ്ങനെ രണ്ടുപേരും പോവായിരുന്നു. ഖുർആൻ പറഞ്ഞില്ലേ അല്ലേ? فقولا له قولا لينا لعله يذكر أو يخشى. അക്രമിയായ ഫിർഔൻ എന്ന റംസീസ് രണ്ടാമനിലേക്ക് നിങ്ങൾ രണ്ടുപേരും പ്രബോധനത്തിന് പോകണേ. ഫഖൂലാ ലഹു ഖൗലൻ ലൈനാ, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തോട് മയത്തോടുകൂടി സംസാരിക്കണേ, മയത്തോടുകൂടി പറഞ്ഞു കൊടുക്കണേ ദീനിനെ പറ്റി എന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആനിലൂടെ അവരെ പറഞ്ഞയച്ച സംഭവം അള്ളാഹു വിവരിക്കുക. എന്തിനു വേണ്ടി? അവര് രണ്ടുപേരും കൂടിയാണ് ആരിലേക്ക് പ്രബോധനത്തിന് പോയത്? മൂസാ നബിയിലേക്ക് പോയത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനും രണ്ടാളുകളും കൂടിയാണ് ഫിർഔനും അദ്ദേഹത്തിന്റെ കൂട്ടാളിലേക്കും പോയത്. വളരെ ശ്രദ്ധിക്ക്, രണ്ടാളുകൾ കൂടി ഒരാളിലേക്ക്, ഫിർഔനിലേക്ക്, ഒരാള് ലോകർക്ക് മുഴുവനുമായി അയക്കപ്പെട്ടു, സയ്യിദുനാ റസൂലുള്ളാഹി. അടുത്ത പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവസാനത്തെ വ്യക്തി അദ്ദേഹമാണ്. മുഹമ്മദ് നബിക്ക് മുമ്പുള്ളതാകുന്ന വ്യക്തി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഡീഷണൽ ഹെൽപ്പർ ആരായിരുന്നു? യഹ്യാ നബി അലൈഹിസ്സലാം. ആരാണ്? യഹ്യാ നബി അലൈഹിസ്സലാം. ഇതൊക്കെ ഖുർആനാണ്. ഇതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതാനും ചില ചരിത്രങ്ങൾ പഠിക്കണം. അഡീഷണൽ ഹെൽപ്പർ അള്ളാഹുവിന്റെ റസൂലിന് ഇല്ല എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അതിൽ നൂഹ് നബിയെ പറഞ്ഞു. നൂഹ് നബിക്കുണ്ടായിരുന്നു സാമി ബിൻ നൂഹ് അലൈഹിസ്സലാം, സ്വന്തം മകൻ. ഇബ്രാഹിം നബിക്കുണ്ട് ഇസ്മായിൽ, ഇസ്ഹാഖ്, 2 മക്കൾ. അതോടൊപ്പം ലൂത്ത് നബി അലൈഹിസ്സലാം. മൂസാ നബിക്ക് സ്വന്തം സഹോദരൻ, ദേശ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം. ഇതൊക്കെ അഡീഷണൽ ഹെൽപ്പർമാരാണ്. കൂടെ സഹായത്തിന് വേണ്ടി, പ്രബോധന ദൗത്യത്തിൽ സഹായത്തിന് വേണ്ടിയുണ്ട്. അള്ളാഹിന്റെ റസൂലിന് അതില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. ആര്? യഹ്യാ നബി അലൈഹിസ്സലാം. അത് എവിടുന്ന് മനസ്സിലായി? പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് മനസ്സിലായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? വലിയ പ്രവാചകനാണ്, വലിയ വ്യക്തിത്വമാണ് സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. മറിയം ബീവിയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. മറിയം നല്ല പേരാണ്, മാരിയ അതും നല്ല പേരാണ്. എന്താണ് മറിയം എന്ന് പറഞ്ഞ അർത്ഥം? എന്താണ് മറിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിക്കവരും ചോദിക്കാറുണ്ട്, സാധാ മറിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറിയം എന്ന് പറഞ്ഞാൽ അത് സുരിയാനി ഭാഷയാണ്. അൽ ആബിദ എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവൾ, അള്ളാഹുവിനെ വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുന്നവൾ എന്നാണ് അർത്ഥം. അൽ ആബിദ എന്താ അർത്ഥം? അൽ ആബിദ സുരിയാനി ഭാഷയാണ് ഇത്. മറിയം. മേരി എന്നുള്ളത് അതിന്റെ വകഭേദമാണ്. മേരി എന്ന് വിളിക്കും ക്രൈസ്തവ സഹോദരങ്ങൾ. മേരി എന്ന് പറയുന്നത് ഏതാണ്? മാരിയ എന്ന പദവുമുണ്ട്, മറിയം എന്ന പേരുമുണ്ട്. ഇതിന്റെയൊക്കെ വകഭേദങ്ങളാണ്. മാരിയത്തുൽ ഖിബ്തിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യയുടെ പേരാണ് മാരിയത്തുൽ ഖിബ്തിയ. നല്ല പേരാണ്. മുഖൗഖിസ് രാജാവ് 2 സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തു. അതിലൊന്നാണ് മാരിയ, മറ്റൊന്ന് റസീൻ എന്ന പെണ്ണാണ്. മാരിയത്തുൽ ഖിബ്തിയ ആ പെണ്ണൊരു സാധാരണ പെണ്ണല്ല, വലിയ മഹദിയാണ്. കാരണം ആ പെണ്ണിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന മകനെ കിട്ടിയത്. വളരെ ചിന്തിക്കണം, വളരെ ശ്രദ്ധിക്കട്ടോ. ശ്രദ്ധ വരട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇബ്രാഹിം എന്ന് പറയുന്നതാകുന്ന ഒരു മകൻ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അലൈഹി സ്വലാം അല്ല, അത് പ്രവാചകരാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മകനെ റളിയല്ലാഹു അൻഹു, ഒരു മകനെ അള്ളാഹു സമ്മാനിച്ചു. ആർക്ക്? മുഹമ്മദ് നബിക്ക്. ആരിലൂടെ? മാരിയ എന്ന് പറയുന്ന ഈ ഭാര്യയിലൂടെ. മുഖൗഖിസ് രാജാവ് 2 സ്ത്രീകളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മകനാണ്. നബിക്ക് വിവാഹത്തിലൂടെ കുട്ടികളുണ്ടായത് 2 ആളുകളിലാണ്. ഒന്ന് ഖദീജ ബീവിയില്, മറ്റൊന്ന് മാരിയത്തുൽ ഖിബ്തിയയില്. മനസ്സിലാക്കണം, ഈ 2 പേരിലാണ്. ഒന്ന് ഖദീജ ബീവി, മറ്റൊന്ന് മാരിയ. അതുകൊണ്ട് തന്നെ മാരിയ ബീവി വലിയ മഹദിയാണ്. റസീൻ എന്ന് പറയുന്ന മറ്റൊരു പെണ്ണിനെയും മുഖൗഖിസ് രാജാവ് കൊടുത്തിരുന്നു. ആ സ്ത്രീയെ ആർക്ക് നൽകി? അള്ളാഹുവിന്റെ റസൂൽ. ആർക്ക് കൊടുത്തു? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അത് നമ്മൾ പഠിക്കേണ്ട പാഠം. ആരാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്? ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ് അല്ലാഹുവിന്റെ റസൂൽ ഒരു പെണ്ണിനെ കൊടുത്തത്. സമ്മാനമായി തനിക്ക് കിട്ടിയതാകുന്ന ഒരു അടിമ സ്ത്രീ അല്ലാഹുവിന്റെ റസൂൽ റസീൻ എന്ന് പറയുന്ന പെണ്ണിനെ കൊടുത്തത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ്. ഹസ്സാൻ ഇബ്നു സാബിത്തോ അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്തതാകുന്ന വ്യക്തിയാണ്, നബി തങ്ങളെ പ്രകീർത്തിക്കുന്ന വ്യക്തിയാണ്. സമ്മാനമായി നബി അങ്ങോട്ട് കൊടുത്തു. ഇതൊക്കെ പഠിക്കണം, ചരിത്രം പഠിക്കണം നമ്മൾ. മറിയം ബീവി റളിയല്ലാഹു അൻഹ വലിയ മഹദിയാണ്, സാധാരണക്കാരിയല്ല, വലിയ വ്യക്തിത്വമാണ്. അവരെ ഹന്നത്ത് ബീവി പ്രസവിച്ചിട്ട സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു ചരിത്രമാണിത്.
ഹന്നത്ത് ബീവി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വയറ്റിലിട്ട സന്ദർഭത്തിൽ അവർ നേർച്ചയാക്കിയിരുന്നു കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കി. കുട്ടി പ്രസവിക്കപ്പെട്ടപ്പോൾ അത് കുട്ടി പെണ്ണായി പോയി. പക്ഷേ നേർച്ച വിടാൻ വേണ്ടി അവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ പറഞ്ഞയച്ചു. അന്ന് അവരുടെ ചീഫ് ഇമാമായിരുന്ന ബഹുമാനപ്പെട്ട സക്കരിയ റളിയല്ലാഹു അൻഹു, സക്കരിയ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, ഇവരുടെ നേതൃത്വം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, ഇവരുടെ പരിപാലനം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. കാരണം എന്റെ പെങ്ങളുടെ മകളാണ് ആര്? മറിയം ബീവി. എന്റെ പെങ്ങളാരാണ്? ഹന്നത്ത് ബീവി, മറിയം ബീവിയുടെ ഉമ്മയാണ്. മറിയം ബീവിയുടെ ഉമ്മയുടെയും ബാപ്പയുടെയും പേരെന്താ? ഇമ്രാൻ, അതുപോലെ തന്നെ ഹന്നത്ത്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഞാൻ സാന്ദർഭ്യം വേണ്ടി ഓടിച്ചങ്ങ് പോവാൻ, ഒരുപാട് കാര്യങ്ങൾ അതുമായി പറയേണ്ടി വരും. ഹന്നത്ത് ബീവി അതുപോലെ തന്നെ ഇമ്രാൻ, ഹന്നത്ത് ഇമ്രാൻ ദമ്പതികൾക്കാണ് ആരുണ്ടായത്? മറിയം ബീവി ഉണ്ടായത്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നേർച്ചയാക്കിയത് തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി. പക്ഷേ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? പെണ്ണായി പോയി. പക്ഷെ നേർച്ച ഒരു വീട്ടി പള്ളിയിലേക്ക് വേണ്ടി പറഞ്ഞയച്ചു, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അപ്പൊ ഈ കുട്ടിയുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് സക്കരിയ നബി അലൈഹിസ്സലാമാകുന്ന മാമ ഇറങ്ങി വന്നു. മാമ അവിടുത്തെ ഇമാമുമാണ്. മാമ എന്നല്ലേ നമ്മൾ പറയാ, അല്ലേ? മാമ ഇറങ്ങി വന്നു. വടക്കാണെങ്കിൽ അമ്മാവൻ എന്നാണ് പറയാ. അദ്ദേഹം ഇറങ്ങി വന്നു. കൂട്ടത്തിൽ 26 ആളുകളും അദ്ദേഹത്തോടൊപ്പം നടന്നു വന്നു. തഫ്സീർ ജലാലൈനി വരെ ഈ ചരിത്രം പറയുന്നുണ്ട്. അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കും വേണം പെണ്ണിനെ നോക്കാൻ, ഞങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പരിപാലനം അവർക്ക് ചെലവും കാര്യങ്ങളും ഒക്കെ, മുത്തല്ലിമീങ്ങൾക്ക് ചെലവ് കൊടുക്കുന്നവരില്ലേ എന്ന് പറഞ്ഞ പോലെ അവർ ഇറങ്ങി വന്നു, ഞങ്ങളും ചെലവ് കൊടുത്തോളാം, ഇവരെ സംരക്ഷിച്ചുകൊള്ളാം. അപ്പോൾ എല്ലാവരും അങ്ങനെ ഏറ്റുവന്നപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു പണി ചെയ്യും, ഒരുപാട് ആളുകളായതുകൊണ്ട് നമുക്കൊന്ന് നറുക്കിടാം. എല്ലാവരുടെ കയ്യിലിരിക്കുന്ന പേനയെടുത്ത് യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിയാൻ പറഞ്ഞു. ആരുടെ പേനയാണോ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് തിരിച്ചു കയറി വരുന്നത് അവർക്ക് ഇതിന്റെ സംരക്ഷണം ഏറ്റെടുക്കാം. ഭയങ്കര ചരിത്രമാണ് ഖുർആൻ. അയ്യുഹും യക്ഫുലു മറിയം, ആരാണ് മറിയമിന്റെ കഫാലത്തെ ഏറ്റെടുക്കുക? അങ്ങനെ എല്ലാവരും പേന യൂഫ്രട്ടീസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. തിരിച്ചു കയറി വന്നത് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പേന മാത്രമാണ് തിരമാല അടിച്ച് കരക്കിട്ടത്. അതുകൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെടുത്തു? ഈ കുട്ടിയെ സംരക്ഷണം ഏറ്റെടുത്തു, കഫാലത്ത് ഏറ്റെടുത്തു. കുട്ടിക്ക് വേണ്ടി ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഭാഗത്ത് തന്നെ ഒരു മഠം തീർത്തു, ഇബാദത്തിന് വേണ്ടി ഒരു ഭാഗം തീർത്തു കൊടുത്തു, ഒരു മെഹ്റാബ് ഇട്ട് കൊടുത്തു. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധക്കളം എന്നാണ്. യുദ്ധക്കളം നമ്മുടെ പള്ളിയിൽ നമ്മൾ പറയില്ല മെഹ്റാബിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മെഹ്റാബിലാണ് ഉസ്താദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ആ റൗണ്ടിലുള്ള സംഭവത്തിന്, അതിനാണ് നിസ്കരിക്കുന്ന സ്ഥലത്തിനാണ് എന്ന് പറയുന്നത് മെഹ്റാബ്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യുദ്ധക്കളം എന്നാണ്. മിഫ്ആൽ വസിനാൻ മെഹ്റാബ്. എന്താണ് സംഭവം? യുദ്ധക്കളം തന്നെയാണ്. സ്വന്തം ശരീരത്തോടും അള്ളാഹു ഒഴികെയുള്ളതാകുന്ന മറ്റു വസ്തുക്കളെ മുഴുവനും മാറ്റി നിർത്തി അവരോടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മാത്രമായി തന്റെ മനസ്സിനെ സമർപ്പണം ചെയ്യുക, അതാണ് മെഹ്റാബ്. മനസ്സിലായില്ലേ? യുദ്ധക്കളം അതാണ്. പിശാചിനെ ഓടിക്കുന്നു, സ്വന്തം ശരീരത്തിന്റെ ദേഹേച്ഛകളെ മുഴുവനും മാറ്റി നിർത്തുന്നു. അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ കുടുംബാദികൾ, അവന്റെ സർവ്വതവും മാറ്റിവെച്ചുകൊണ്ട് കച്ചവടമെല്ലാം മാറ്റിവെച്ച് റബ്ബിലേക്ക് മാത്രമായിട്ട് തിരിയുക. മറ്റുള്ളതിനോടൊക്കെ യുദ്ധം ചെയ്ത് റബ്ബിലേക്ക് മാത്രമായി അവന്റെ മനസ്സിനെ തിരിക്കുക. ഇതാണ് മെഹ്റാബ്. അങ്ങനെ ഒരു മെഹ്റാബിന് ആർക്ക് പണിത് കൊടുത്തു? ബഹുമാനപ്പെട്ട മറിയം ബീവിക്ക് വേണ്ടി മാമയാകുന്ന സക്കരിയ നബി അലൈഹി സ്വലാം പണിത് കൊടുത്തു. ആ മെഹ്റാബിലേക്ക് എപ്പോൾ കടന്നു ചെന്നാലും, മെഹ്റാബിലേക്ക് എപ്പോഴും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നാലും അപ്പോഴെല്ലാം മറിയം ബീവിയുടെ കയ്യിൽ നല്ല ഫ്രൂട്ട്സ് ഇരിക്കാൻ, നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇതൊക്കെ ഖുർആൻ പറയുന്ന ചരിത്രം, രസകരമായ ചരിത്രമാണ്. സൂറത്ത് മറിയമൊക്കെ നമ്മൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഭയങ്കര സംഭവം. كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ടതാകുന്ന പെങ്ങളുടെ മകൾക്ക് വേണ്ടി പണിത് കൊടുത്തതാകുന്ന മെഹ്റാബിലേക്ക് എപ്പോൾ പ്രവേശിച്ചാൽ തന്നെയും അതിഉഷ്ണമാകുന്ന കാലഘട്ടത്തിൽ മാത്രം കിട്ടുന്ന കായ്കനികൾ ഇതാ ശൈത്യകാലത്ത് കാണുകയാണ്. ചൂട് കാലഘട്ടത്തിൽ മാത്രം കായ്ക്കുന്ന ഫലമാണത്. പക്ഷേ നല്ല തണുപ്പുള്ള സീസണിലും ആരുടെ കയ്യിലുണ്ട്? മറിയം ബീവിയുടെ കയ്യിലുണ്ട്. നല്ല തണുപ്പുള്ള സീസണിൽ മാത്രം കായ്ക്കുന്നതാകുന്ന ഫലവർഗ്ഗങ്ങളാണ് ചൂട് സമയത്ത് കയറി ചെന്നാലും മറിയം ബീവിയുടെ കയ്യിലുണ്ട്. ഇതെന്താ സംഭവം? ആ സമയത്ത് അവിടെ ഒന്നുമില്ല, ആ നാട്ടിലൊന്നും കിട്ടാത്ത ഈ പെണ്ണാണെങ്കിൽ ഈ റൂം വിട്ട് പുറത്തു പോയിട്ടുമില്ല. ഇതാർക്കറിയാം? മറിയം, ബഹുമാനപ്പെട്ട സക്കരിയ നബിക്കറിയാം മറിയം ബീവിയുടെ സംഭവമാണ്. മറിയം ബീവി നിസ്സാരമല്ല. അതുകൊണ്ടല്ലേ പ്രസവത്തിന്റെ സമയത്ത് കെട്ടിയവൻ എന്താണ് ചെയ്യേണ്ടത് ഉലമാക്കളോട് ചോദിച്ചപ്പോ പണ്ഡിതന്മാര് പറഞ്ഞത് കെട്ടിയവന്മാര് ഖുർആൻ എടുത്തോത് സൂറത്ത് മറിയം ഓതെന്ന് പറഞ്ഞത്.
സൂറത്തും മറിയം ഓതാൻ. വേറെ എത്രയോ സൂറത്തുകളുണ്ട്. പക്ഷെ സൂറത്തും മറിയം, ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവ സമയത്ത് അവൾ ഇരുന്നുകൊണ്ട് അലമുറയിടുമ്പോ ഭർത്താവ് വെളിയിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് സൂറത്തും മറിയം ഓതിയാൽ സുഖപ്രസവമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാതെ വെളിയിൽ ഇങ്ങനെ പാറ്റും പോയിലായിട്ട് ഇങ്ങനെ നടക്കുക, എവിടെയെങ്കിലും കൊണ്ടുവന്ന് മന്ത്രി ചൂതി ഇങ്ങനെ നടക്കുക, കാക്ക ഖുർആനും ഓതൂല, എന്നിട്ട് ഉസാമാരത്ത് ഇങ്ങനെ വന്ന് കരഞ്ഞു കാണിക്കുക. അത് വേണ്ട, അതിനൊന്നും അസിലില്ല എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അമൽ ചെയ്യണം. പുറത്ത് നമ്മൾ കരഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഒന്നു എടുത്ത് കിബിലക്ക് അഭിമുഖമായിരുന്നു ഖുർആൻ എടുത്ത് കയ്യിലെടുത്ത് ഓത്. അതിനെന്തിനാ മടിക്കുന്നത്? ഇനി ഹോസ്പിറ്റലില്ല, നമുക്ക് നാണക്കേടാണെന്നൊക്കെ പറയാം. എന്താ നാണക്കേട്? ഒന്നും നാണക്കേടില്ല. ഇനി അഥവാ നാണക്കേട് മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഖുർആൻ അതിന് വരുത്തിയിട്ടിരുന്ന് ഓതാവല്ലോ. എത്ര സൗകര്യം. നമ്മൾ ഹോസ്പിറ്റലിലായി പോയി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, ഹോസ്പിറ്റലിൽ വരാതിരി ഇരുന്നിട്ട് നമ്മൾ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഓതിക്കൂടെ? ഒരു വട്ടം ഓതിയിട്ട് വീണ്ടും മറിയം സൂറത്ത് ആവർത്തിച്ചോതു. അപ്പൊ കേക്ക അവിടെ കുഞ്ഞിന്റെ കരച്ചിൽ, സുഖപ്രസവം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതേ സമയത്ത് പെണ്ണെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ജിമിക്ക് കമ്മലും പാടിക്കൊണ്ട് കിടക്കാനാണ്. അവൾ ആ സമയത്ത് എന്ത് ചെയ്യണം? ആയത്ത് കുർസി ഓതണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതെങ്ങനെ ഉസ്താദ് ഓതുക? പെണ്ണ് അശുദ്ധിയല്ലേ? അശുദ്ധിയല്ല, പ്രസവത്തോടു കൂടിയാണ് അശുദ്ധിയാവുന്നത്. പ്രസവിക്കുന്നതിന് മുമ്പ് അവൾക്ക് ശുദ്ധിയുണ്ട്. പ്രസവത്തോടു കൂടി അവൾ അശുദ്ധിയിലേക്കാവുള്ളൂ. പ്രസവത്തിന് മുമ്പ് അവൾക്ക് ശുദ്ധിയാണ്. ആ സമയത്ത് അവൾക്ക് ഖുർആൻ പാരായണം ചെയ്യാം, ദിക്റുകളും ഔറാദുകളും നടത്താം. പ്രസവം കഴിഞ്ഞാലും അവൾക്ക് സ്വലാത്തുകൾ ചെല്ലാം, ദിക്റുകൾ ചെല്ലാം. ഇതാണ് ശറഅ് അനുവദിച്ചതാകുന്ന കാര്യം. മനസ്സിലാക്കണം. നമ്മൾ പല സ്ത്രീകളും ഓർക്കുന്നോ ഖുർആൻ എങ്ങനെ ഓതുന്നു? അതേ, ഖുർആൻ നമ്മൾ ഒതു എടുത്ത് ഇത്തികാഫിന് നിയ്യത്ത് വെച്ചിരുന്നാലേ ഖുർആൻ ഒത്തു വരും. അങ്ങനെയല്ല. ആയത്തുകുർസി കാണാതെ പഠിച്ചിട്ട് നമ്മൾ അങ്ങനെ പതുക്കെ പതുക്കെ ആയത്തുകുർസി അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഇനി അത് ഓതാൻ ബുദ്ധിമുട്ടാണോ? എന്നാൽ സ്വലാത്ത് ചെല്ലും, ദിക്റുകൾ ചെല്ലും. വെറുതെ കിടക്കണ്ട, അയ്യോ പൊത്തോന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിൽക്കണ്ട. നീ ആ സമയത്ത് നിന്റെ ചുണ്ടനക്കി നല്ല ദിക്റുകൾ ചെല്ലിന്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതേ സമയത്ത് ഭർത്താവ് വെളിയിരുന്നിട്ട് സൂറത്ത് മറിയം ഓതുക. അതിലുള്ള ചരിത്രമായി പറയുന്നത് കേൾക്കിൻ. എന്താണിത് സംഭവം? മറിയം ബീവി നിസാരക്കാരിയല്ല. മറിയം ബീവി നല്ല ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രം ഭരിക്കുന്നതാകുന്ന കായ്കനികൾ അതിതണുപ്പുള്ളതാകുന്ന കാലഘട്ടത്തിൽ മറിയം ബീവി കഴിക്കുമായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയാ. ഈ മറിയം ബീവി ആരാ? ഈസാ നബിയുടെ ഉമ്മയാണ്. ഈസാ നബിയെ വാപ്പയില്ലാതെ പടച്ചതാകുന്ന സ്ത്രീയാണ്. ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. വലിയ മഹദിയാണ്, ഭയങ്കര ക്ഷമാശീലയാണ് അവർ. ഭയങ്കര സംഭവമാണ്. أنى لك هذا قالت هو من عند الله. ഇതെവിടുന്നാണ് പൊന്നുമോളെ നിനക്കിത് കിട്ടിയത് എന്ന് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോ, മാമ ചോദിക്കുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, ഹുവ മിൻ ഇൻദില്ലാഹ്. ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാ, അല്ലാഹു തന്നതാണ്. ഇത് റബ്ബ് എനിക്ക് തന്നതാ. അപ്പൊ മനസ്സിലായി ഇവിടെ മലക്കുകൾ വരുന്ന സ്ഥലം, ഇതൊരു സാധാരണ സ്ഥലമല്ല എന്ന് ആർക്ക് മനസ്സിലായി? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി. ഇത് മലക്കുകൾ വരുന്ന സ്ഥലം, ഇതൊരു സാധാരണ സ്ഥലമല്ല. അതുകൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈ സ്ഥലം എനിക്ക് കുറച്ചു നേരം തരണം കേട്ടോ. എന്താ കാര്യം? എനിക്ക് മക്കളില്ല, എനിക്കൊന്ന് ദുആ ചെയ്യണം റബ്ബിനോട്. മക്കളില്ലാതിരിക്കാൻ ആര്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതാണ് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്. ചില സ്ഥലങ്ങൾക്ക്, ചില സന്ദർഭങ്ങൾക്ക്, ചില സമയത്തിന് ശ്രേഷ്ഠതയുണ്ട്. ആ സ്ഥലത്തെത്തിയിട്ട് ദുആ ചെയ്യും. ഇപ്പൊ നമ്മൾ അമ്പിയാക്കൾ, ഔലിയാക്കളുടെ മക്കത്തുക്കളുടെ മക്കബറയിൽ ചെന്ന് സിയാറത്ത് ചെയ്യുന്നതിനാ. അവരുടെ ആ സ്ഥലത്തിന്റെ പോരിശ, അവരുടേതാകുന്ന ദറജ, അത് മുൻനിർത്തി നമ്മൾ ചോദിക്കുമ്പോൾ പ്രത്യേകമായി അല്ലാഹു ഒരു പരിഗണന നൽകും. നമ്മൾ നമ്മുടെ വീടിനകത്തളത്തിൽ ഇരിക്കുന്നതിനേക്കാൾ നമ്മൾ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത് എന്തിനാ? ആ പള്ളിക്കൊരു പവിത്രതയുണ്ട്. ഇത് അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതാകുന്ന ഭവനമാണ്. ഈ ഭവനത്തിൽ വന്നിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. എന്തിനാണ് ഹബീബായ നബി തങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും ഉംറയ്ക്ക് പോകുമ്പോഴും നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്? ആ പ്രവാചകരുടെ തിരുചാരത്തെത്തിയിട്ട് നമ്മൾ അമലുകളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി പടച്ച റബ്ബിനോട് തേടിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കുമെന്നുള്ളത് ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ച വസ്തുതയാണ്. അതിനുവേണ്ടിയാണ് ആ പ്രവാചകന്റെ തിരുചാരത്തേക്ക് നമ്മൾ ഓടിച്ചെല്ലുന്നത്. അതായത് ഓരോ സ്ഥലത്തിനും സന്ദർഭത്തിനും പ്രത്യേകതയുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ മറിയം ബീവിയുടെ ആ സ്ഥലം ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു വാങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് അങ്ങോട്ട് ഇബാദത്ത് എടുക്കാൻ തുടങ്ങി, നമസ്കരിക്കാൻ തുടങ്ങി പരിശുദ്ധ ഖുർആൻ. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തോട് മകനാകുന്ന യഹ്യ എന്നൊരു മകനെ കൊണ്ട് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ആ യഹ്യ എന്ന മകൻ ആർക്ക് അഡീഷണൽ ഹെൽപ്പറാണ്? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന് അഡീഷണൽ ഹെൽപ്പറാണ്. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകും. ആയത്ത് ഇതാണ്, ശ്രദ്ധിക്കുക. بسم الله الرحمن الرحيم فنادته الملائكة
الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله مصدقا بكلمة من الله وسيدا وحصورا وسيدا وحصورا ونبيا من الصالحين. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മെഹ്റാബിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതാ മലക്കുകൾ വിളിക്കുകയാണ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്. നിങ്ങൾക്കിതാ യഹ്യ എന്നൊരു മകനെ പ്രവാചകനായി നൽകുകയാണ്. ഈ പ്രവാചകൻ മുസദ്ദിഖൻ ബികലിമത്തിൻ അല്ലാഹുവിന്റെ കുൻ എന്ന വാക്കിലൂടെ മറിയം ബീവിയിൽ ഉണ്ടായി തീർന്നതായ ഈസാ നബിയെ വാസ്തവീകരിക്കുന്നവനത്രേ. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്. ഈ ഒരൊറ്റ ആയത്തിൽ നിന്നാണ് ഉലമാക്കൾ പിടിച്ചത്. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരുടെ അഡീഷണൽ ഹെൽപ്പറാണ്? ആരുടെ അഡീഷണലാണ്? ഈസാ നബിയുടെ. പരിശുദ്ധ ഖുർആൻ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്. അല്ലാഹുവിന്റെ കലിമത്ത് കുൻ എന്ന വാക്കിലൂടെയാണ് ആരുണ്ടായിത്തീരുന്നത്? വാപ്പയില്ലാർക്ക് ഈസാ നബിക്ക്. തഫ്സീറുകളിൽ കാണാം മറിയം ബീവിയുടെ പോക്കറ്റിലേക്ക് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഊതുകയായിരുന്നു എന്ന് വരെ ചരിത്രത്തിൽ. അതിലൂടെ ഗർഭം ധരിക്കാൻ. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ വേണ്ടി ഒരു വാപ്പാട് ആവശ്യമില്ല എന്ന് പഠിപ്പിക്കാൻ ശറഅയിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ചേരെ, അല്ലാതെ ഇതിങ്ങനെ എന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ചിന്തിക്കണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ കുൻ എന്ന വാക്കിലൂടെ മറിയം ബീവിയുടെ വയത്തിൽ ഉണ്ടായിത്തീർന്നാകുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വാസ്തവീകരിക്കുന്നതായ ഒരു പ്രവാചകനായി അദ്ദേഹത്തിന്റെ അഡീഷണൽ ഹെൽപ്പറായിട്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന യഹ്യ എന്ന ഒരു മകനെ നിങ്ങൾക്ക് നാം സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് പ്രവാചകനായി നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. അദ്ദേഹം നിന്നുകൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മലക്കുകൾ വന്നത്. അതിൽ നിന്ന് മറ്റൊരു പാഠം, മക്കൾ വേണമേ എന്ന് പറഞ്ഞുകൊണ്ട് മക്ബറുകൾ മാത്രം വിരാജിച്ചിട്ട് കാര്യമില്ല. നീ നമസ്കാരവും ഇബാദത്തും തഖ്വയും ഉള്ളവനായി അല്ലാഹുവിന്റെ മുന്നിൽ നമ്ര ശിരസ്കരനായി നിൽക്കുന്നവനുമാകണം. സിയാറത്ത് സുന്നത്താൻ. ആ സുന്നത്ത് മാത്രം തേടി പോകരുത്. എന്തുകൂടി ശ്രദ്ധിക്കണം? നിന്റെ ജമാഅത്തിനെ ശ്രദ്ധിക്കണം. പുരുഷന്മാർ നിന്റെ ജുമഅയെ ശ്രദ്ധിക്കണം. ഇന്ന് മക്ബറകളിൽ പലതും കാണുന്നുണ്ട്. പലരും പറയും യാത്രക്കാരാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പലതും നമ്മൾ ദർശിക്കുന്നുണ്ട്. സിയാറത്ത് മാത്രം ലക്ഷ്യം വെക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പറയാതിരിക്കാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ സിയാറത്ത് മാത്രം ചെയ്യുക. ഇവിടെ ജമാഅത്ത് അടക്കമായിരിക്കും, ഭാഗത്തിനൊന്നും കയറുന്നില്ല. ഇവിടെ വന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് വേഗം സലാമത്താക്കുക. അത് പറ്റൂല. ജമാഅത്തായ നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. ജുമുഅ ശ്രദ്ധിക്കണം. നമസ്കാരങ്ങളെ ശ്രദ്ധിക്കണം. സ്ത്രീകൾ പ്രത്യേകമായി അവരുടെ ശുദ്ധിയുടെ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അശുദ്ധിയുള്ള സമയത്ത് ആ ഭാഗത്തേക്ക് പോകണ്ട. ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അശുദ്ധിയുള്ള സമയത്ത് പോകണ്ട. വളരെ ശ്രദ്ധിക്കണം. കാരണം ശുദ്ധിയോടുകൂടി അവരെ കാണുകയുള്ളൂ. അവ ശുദ്ധിയുള്ള സമയത്ത് അവിടെ നമസ്കാരം നടക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് നിങ്ങൾ ഇരുന്നു കൊണ്ട് സിയാറത്ത് ചെയ്താൽ അത് നമസ്കരിക്കുന്നതാകുന്ന ആളുകൾക്കിടയിൽ പോലും ഒരു ആശങ്ക പടർത്തും. എന്തേ ഈ പെണ്ണ് നമസ്കരിക്കാത്തത്? ഒരുപക്ഷെ നീ യാത്രക്കാരനായിരിക്കാം, ഒരുപക്ഷെ നീ യാത്രക്കാരിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ളുഹറിന്റെ അസറിന്റെ സമയത്ത് ചെന്ന് സിയാറത്ത് ചെയ്യുന്ന പെണ്ണാകുന്ന നീ ളുഹറിന്റെ സമയത്ത് തന്നെ അസർ കൂടി നമസ്കരിച്ചിട്ടായിരിക്കാം അവിടെ സിയാറത്ത് ചെയ്യുന്നത്. പക്ഷെ ജനങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരുന്നത് കൊണ്ട് അതിന്റെ സമയത്ത് നീ ഒന്ന് ശ്രദ്ധിക്കണേ. അതിന്റെ സമയത്ത് ശ്രദ്ധിക്കണേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരിക്കൽ പള്ളിയുടെ മുന്നിലെത്തിയപ്പോഴത്തേക്കും ഒരാൾ അവിടെ വന്നിരിക്കാൻ ഭയങ്കര വലിയാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. നമസ്കാരം നടക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുത്തു. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്തെവിടെ ഇരിക്കുന്നത്? അത് ഞാൻ ഇപ്പൊ ഇല്ല, പിന്നെ നിസ്കരിച്ചോളാം. എന്നാ പിന്നെ മോൻ ഇവിടെ ഇരിക്കണ്ട, വിട്ടോ, വേഗം പൊയ്ക്കോ. ഇവിടെ പള്ളിയുടെ ഭാഗത്തേക്ക് അല്ലാതെ ഇരിക്കരുത്, തല്ലുകൊണ്ട് ഇടങ്ങേറാവും. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് ഇവിടെ ഇരിക്കണ്ട, എന്റെ പൊന്നുമ വേറെ വീട്ടിൽ പോയിരുന്നോളാം. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. കാരണം എന്താ? ജനങ്ങൾക്കിടയിൽ ആശങ്ക വരുത്തും.
ഇവൻ ചിലപ്പോൾ യാത്രക്കാരനായിരിക്കാം, ളുഹറിന്റെ കൂടെ അസറിനും കൂടെ ജമ്മാക്കി ഒരുമിച്ച് നിസ്കരിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ മഗ്രിബിനോട് ഇശാ നമസ്കരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇശായുടെ സമയത്തായിരിക്കും ഇവിടെ വന്നിരിക്കുക. പക്ഷെ ജനങ്ങൾ പൊതുവെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നിസ്കരിക്കുന്നില്ലല്ലോ എന്നൊരു തെറ്റിദ്ധാരണ വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. അപ്പോൾ മഖബറുകൾ കയറി അങ്ങനെ അടയിരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ഇത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉൾപ്പെടെയുള്ള സുന്നി പ്രസ്ഥാനക്കാരോട് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഏകദേശ രൂപരേഖ വന്നു. ഒന്ന്, അള്ളാഹുവിന്റെ റസൂല് റഹ്മത്തുൽ ലിൽ ആലമീനാണ്, ലോകർക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അള്ളാഹുവിന്റെ റസൂലല്ലാത്ത ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലുകളെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് കേവലം ഗോത്രത്തിലേക്കോ ഗ്രാമത്തിലേക്കോ പ്രവിശ്യയിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രമായിട്ടാണ്. ലോകർക്ക് മുഴുവനും അയക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും അഡീഷണൽ ഹെൽപ്പർമാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉലുൽ അസ്മിൽപ്പെട്ടതാകുന്ന പ്രവാചകന്മാരെയാണ് നമ്മൾ ഇപ്പോൾ എടുത്തത്. അത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹു നമുക്ക് നാഫിയായി വരെ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പ്രവാചകരാരാണ്? ഈ പ്രവാചകനെ എങ്ങനെയാണ് അനുയായികൾ സ്നേഹിച്ചത്? അതാണ് നമ്മൾ പഠിക്കേണ്ട അടുത്ത പാർട്ട്. പറയാൻ ധാരാളം ഉണ്ട്, സമയബന്ധിതമായാണ് ഞാൻ എന്നാലും 1-2 ചരിത്രങ്ങൾ പറയാണ്. 1-2 ചരിത്രങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം എന്താണത്? കേട്ടോ, 1-2 ചരിത്രം ശ്രദ്ധിക്കും. دخل علينا رسول الله صلى الله عليه وسلم. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫജലസ തഹത ഷജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ താഴത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാ. വൃക്ഷത്തിന്റെ തണല് കൊള്ളുകയാണ് ഹബീബായ റസൂലുള്ളാഹി. ഒരു വൃക്ഷത്തിന്റെ തണല് കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അല്പനേരം ഇരുന്നു. എന്റെ വാപ്പയുമായി സംസാരിച്ചു, വേഗം തന്നെ തിരിച്ചുപോയി. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ യസുബ്ബുൽ മാ അലൈഹാ ലിഅല്ലാ തൈബസാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അടങ്ങാത്ത സ്നേഹമുള്ളവർക്ക് ഇനി പറയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് തണൽ കൊണ്ട് എഴുന്നേറ്റ് പോയതാകുന്ന പ്രവാചകരുടെ ആ വൃക്ഷത്തിന് തണൽ കൊണ്ടതാകുന്ന വൃക്ഷത്തിന് എല്ലാ ദിവസവും ഞാൻ വെള്ളമൊഴിക്കുമായിരുന്നു. വകാന ഇബ്നു ഉമർ യസുബ്ബുൽ മാ അലൈഹാ ലിഅല്ലാ തൈബസാ. എന്റെ ഹബീബ് ഇരുന്നതാകുന്ന വൃക്ഷമാണ്, എന്റെ ഹബീബ് തണൽ കൊണ്ടതാകുന്ന വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ ഇലകൾ ഒന്ന് തന്നെ കരിയാൻ പാടില്ല, ഉണങ്ങാൻ പാടില്ല. ആ ചിന്ത വെച്ചുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ അതിലേക്ക് വെള്ളമൊഴിക്കുമായിരുന്നുവെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. വകാന الناس يقول إن فيه شيء. ഇബ്നു ഉമറിനെ തലയ്ക്ക് സുഖമില്ല, ഭ്രാന്താണ് എന്ന് ജനങ്ങളിൽ പെട്ടവർ പറഞ്ഞിരുന്നു അത്രേ. എന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. എല്ലാ ദിവസവും ആ വൃക്ഷത്തിന് വെള്ളമൊഴിക്കുമായിരുന്നു. ലിഅല്ലാ തൈബസാ. എന്റെ ഹബീബ് തണൽ കൊണ്ട വൃക്ഷമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ ഹബീബ് തണൽ കൊണ്ടതാകുന്ന വൃക്ഷത്തിന് ഒരിക്കലും കരിയാൻ പാടില്ല. അതിന്റെ വൃക്ഷലതാദികൾ ഉണങ്ങാൻ പാടില്ല. അത് ചിന്തിച്ചുകൊണ്ട് യാത്ര പോലും മുടക്കിക്കൊണ്ട് വെള്ളമൊഴിക്കുമായിരുന്നുവെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്താ ഈ പറയുന്നത്? മഹബ്ബത്തിന്റെ അങ്ങേയറ്റമായി പറയുന്നു. നബി ഒരു 2 മിനിറ്റ് ഒരു മരത്തിന്റെ തണൽ കൊണ്ടതിന് ആ മരത്തിൽ മരണം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കും. മരുഭൂമിയിലുള്ള കഥ ഈ പറയുന്നത്. മരുഭൂമിയിൽ നമ്മുടെ എവിടെയാണ് പറയേണ്ടത്. അപ്പൊ എത്രത്തോളം വെള്ളം ഒഴിക്കണമെന്ന് ഓർത്തോണം. സ്വന്തം വായിലേക്ക് ഒഴിച്ചില്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഒഴിക്കാൻ. എന്തിനു വേണ്ടി? നിബിതങ്ങൾ തണലുകൊണ്ട മരമാണ്. ഈ മരം സാധാരണ മരമല്ല, മഹബ്ബത്തിന്റെ രീതിയാണ് ഈ പറയുന്നത്. സഹാബത്തിന്റെ ശൈലി
തീർന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുയെ കുറിച്ച് പറയുകയാണ്, ബഹുമാനപ്പെട്ടവരതാ യാത്ര ചെയ്തപ്പോ സാഫറ ഇബ്നു ഉമർ മാ സ്വഹാബിഹി ഫലമ്മാ ദനാ അൽ മകാൻ دور ناقته ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ യാത്ര ചെയ്യുന്ന വേളയിൽ ഏതാ ഒരു സ്ഥലത്ത് എത്തിയപ്പോ തന്റെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിക്കുകയാണ്. അവിടെ ഒരു റൗണ്ടിന്റെ ബോർഡൊന്നും കാണുന്നില്ല, റൗണ്ട് ബോർഡൊന്നും ഇല്ല, റൗണ്ട് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയൊന്നും അവിടെ ഇല്ല, അങ്ങനെ ഒരു സ്ഥലമേ അല്ല. അപ്പൊ കൂട്ടുകാരി ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ലിമ ദവ്വറത ഹാദൽ മകാന യബ്ന ഉമറ, ഇബ്നു ഉമറേ എന്തിനാണ് ഇവിടെ നീ റൗണ്ട് അടിപ്പിച്ചത്? ഇവിടെ റൗണ്ട് ബോർഡ് ഇല്ലല്ലോ, എന്തിനാണ് ഇവിടെ റൗണ്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സാഫറതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യാത്ര ചെയ്തവനാണ് ഞാൻ. ഫലമ്മാ ദനാ ഹാദൽ മകാന, ഈ സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്തിയപ്പോ എന്റെ ഖൽബിന്റെ തുടിപ്പായ ഹൃദയത്തിന്റെ രോമാഞ്ചമായ എന്റെ പ്രിയപ്പെട്ട ഹബീബ് ഇവിടേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ഒട്ടകത്തെ ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം മാത്രമാണ് ഞാനും എന്റെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അവിടെ റൗണ്ട് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. നബി അങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. നബി എന്തിനാ അങ്ങനെ ചെയ്തത് അതെനിക്കറിയില്ല, പക്ഷെ നബിതങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. അദ്ദേഹത്തെയാണ് പിൽക്കാലത്ത് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത് മുത്തബിഉസ് സുന്ന, നബിതങ്ങളുടെ തിരുസുന്നത്തുകളെ പരിപൂർണമായി പിൻപറ്റിയ വ്യക്തി. ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ലോകത്ത് അതുപോലെ ഒരു വ്യക്തിയില്ല. മനസ്സിലാക്കണം, ഭയങ്കര സംഭവം. ആരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം? അവരെ ഏത് രീതിയിലാണ് സ്നേഹിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠത എന്താണ്? സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സ്വഹീഹുൽ ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസല്ലയോ, സലമയുടെ കൈദ യുദ്ധത്തിൽ വെട്ടേൽക്കുകയാണ്. ആ കൈദ താഴേക്ക് പതിക്കുകയാണ്. താഴെ കിടക്കുന്ന കൈയെടുത്തുകൊണ്ട് സ്വഹാബികൾ അദ്ദേഹത്തെ കൊണ്ടുപോയാണ്. അദ്ദേഹത്തെ ശവമഞ്ചിലേറ്റിക്കൊണ്ട് കൊണ്ടുപോയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്. കയ്യിൽ നിന്നിതാ ചോര ധാരധാരയായി ഒഴുകുന്നുണ്ട്. ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് കൈ നിലത്ത് വീണതാകുന്ന സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, എന്നെ ഡോക്ടറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണ്ട, എന്നെ ഒരു പിശങ്കരന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണ്ട, എന്നെ കൊണ്ടുപോകേണ്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സഹാബത്ത് ഇതാ കൊണ്ടുപോവുകയാണ്. സലമയുടെ കൈ മറ്റൊരു സഹാബി എടുക്കുകയാണ്. സലമയുടെ കയ്യിൽ നിന്ന് രക്തം ധാരധാരയെ ഒഴുകുകയാണ്. സലമ ഇതാ വഫാത്താകാൻ പോവുകയാണ്. ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. സഹാബത്ത് ആർത്തട്ടഹസിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് എത്തിയപ്പോ സലമയിതാ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ കൈയൊന്ന് ചേർത്ത് തരണേ നബി. ഹബീബായ നബി തങ്ങളുടെ സലമയോട് പറയുകയാണ്, സലമാ നിന്റെ കൈ പോയെങ്കിൽ പോകട്ടെ സലമാ, ഇൻശിഅത സബർത അലൈ, നീ
ഒന്ന് ശമിച്ചാൽ നിന്റെ കൈ ഷഹീദാണ്, ഷഹീദാണ് സലമാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകപ്പെടുകയാണ് നിന്റെ കൈയെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോ രക്തം വാർന്നൊഴുകുന്ന കൈ വെച്ചുകൊണ്ട് സലമാ പറയുകയാണ്, നബിയേ നബിയേ, എനിക്ക് ഷഹീദിന്റെ കൂലി വേണ്ട എന്നർത്ഥമല്ല, എനിക്കെന്നെ കൈ തിരിച്ചു കിട്ടിയാൽ ആ കൈ കൊണ്ട് ഈ യുദ്ധത്തിൽ തന്നെ എനിക്കിനി യുദ്ധം ചെയ്യണം നബിയേ, യുദ്ധം ചെയ്യാനുള്ള കൊതിയാണ്, കൊതിയാണ്. എന്റെ കൈവെട്ട് എന്റെ തലവെട്ടാൽ എനിക്ക് ഈ കൈ വേണം നബിയേ, എന്റെ കൈ ഒന്ന് തിരിച്ചു തരണേ റസൂലേ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അതാ സ്വഹാബിയോട് കൈ തരാൻ പറയുകയാണ്. ചിന്തിക്കണേ, അഴീക്കോടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, രോമാഞ്ചം എഴുന്നേൽക്കുന്ന ചരിത്രമാണ്, രോമാഞ്ച പുൽകിതമാകുന്ന ചരിത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ സലമയുടെ കൈയെടുത്തുകൊണ്ട് ചേർത്ത് വെക്കുകയാണ്. തണുത്ത് മറവലിച്ചെടുക്കുന്ന ചൂടുപോകാത്ത കയ്യതാ ബഹുമാനപ്പെട്ട പ്രവാചകനെടുത്ത് അദ്ദേഹത്തിന്റെ മുറിവാർന്ന കൈയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ബിസ്മി ചൊല്ലിക്കൊണ്ട് ഫിറ്റ് ചെയ്യുകയാണ്. ഫഅദ്ഖല യദഹു ഫീ ഫമിഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വിരലിനെ അതാ വായിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്, ഉമനീരെടുക്കുകയാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ റൗണ്ട് ചെയ്തുകൊണ്ട് പുരട്ടുകയാണ്. ഇതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചികിത്സിക്കുകയാണ്, ചികിത്സിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ടതായ പവിത്രമാകുന്ന ഉമനീരെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ മുറിവാർന്നതാകുന്ന ഭാഗത്തേക്ക് തേച്ചു കൊടുക്കുകയാ. തന്റെ കയ്യതാ പൂർവോപരി ഭംഗിയാവുകയാണ്. ഒരു ഓപ്പറേഷൻ ഇതാ നടത്തുകയാണ്. പക്ഷേ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, കമ്പിയിടേണ്ട വന്നിട്ടില്ല. ഇന്ന് ദുനിയാവിൽ കൈ മുറിക്കപ്പെട്ടവന്റെ കൈകളിലേക്ക് സീരിന്റെ കമ്പി കയറ്റിയിട്ട് അടുത്ത കൊല്ലം പാടാ, അടുത്ത കൊല്ലം വന്നുകൊണ്ട് ഈ കമ്പി മാറ്റണേ, കാലിലെ കമ്പി മാറ്റണേ, കയ്യിലെ കമ്പി മാറ്റണേ എന്ന് പറയുന്ന ഡോക്ടർമാരെ ഇതാ ഏറ്റവും വലിയ ഡോക്ടർ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിഷേധിക്കാൻ പറ്റൂല പുത്തംവാദികളെ, കാരണം സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, തള്ളാൻ പറ്റൂല, പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ ഇതാ ആ കൈദാ പൂർവോവരി ഭംഗിയായി ചേർത്ത് വെക്കുകയാണ്. സലമ സന്തോഷിക്കുകയാണ്. വാളും എടുത്തുകൊണ്ട് ഇതാ ഇറങ്ങുകയാണ്. ഉരിപ്പിടിച്ച വാളുമായി ഏതൊരു യുദ്ധത്തിലാണോ തന്റെ കയ്യിൽ വെട്ടേറ്റത് അതേ യുദ്ധത്തിലേക്ക് ഗർജിക്കുന്ന സിംഹത്തോടുകൂടി അലറിക്കൊണ്ട് ബഹുമാനപ്പെട്ട സലമ ഇറങ്ങുകയാണ്. ആ സലമയതാ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് കയറുകയാ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ചരിത്രം പറഞ്ഞിട്ട് തൊട്ട് ചേർത്ത് പറയുകയാണ് സലമ പിന്നീട് മഹാനവറുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഇറാഖിലേക്ക് പോയത്രേ. ഇറാഖിലെ റബദ എന്ന സ്ഥലത്ത് പോയത്രേ. വകാന സ്വഹാബത്തു യുസാഫിറൂൻ, സ്വഹാബത്തും താബിഈകളും ഇതാ ഇറാഖിലെ റബദ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമത്രേ, യാത്ര ചെയ്യുമത്രേ. ലിതഖ്ബീലി യദി സൽമാ, ഹബീബായ നബി തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് അതാ പ്രവാചകർ പൂർവോവരി ഭംഗിയാക്കിയതാകുന്ന കൈ ഒന്ന് ചുംബിക്കാൻ വേണ്ടി ഇതാ റബദയിലേക്ക് യാത്ര പോകുമായിരുന്നു അത്രയെന്ന് സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്തായി പറയുന്നത്? ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ എന്ന് പറഞ്ഞുകൊണ്ട് ഘോരഘോരം പ്രഭാഷണം നടത്തുന്നവർ ചിന്തിച്ചു വെക്കിൻ. 3 പള്ളികളിലേക്കല്ലാതെ യാത്ര ഉദ്ദേശിക്കരുത് കൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറയുന്ന ഒരു വാദം ഉണ്ട് ജനങ്ങൾക്കിടയിൽ. നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അത് പറഞ്ഞാൽ അറിയില്ല, ഇവിടെയുള്ള ആലിമീങ്ങൾക്കും മുത്തല്ലിമീങ്ങൾക്കും അത് തിരിയുള്ളൂ. അങ്ങനെ ഒരു വാദമുണ്ട്. ആ വാദം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കി വകാന സ്വഹാബത്തു യുസാഫിറൂന ഇലാ റബദ, റബദയിലേക്ക് ജനങ്ങൾ സ്വഹാബത്തും താബികളും പോകുമായിരുന്നു, യാത്ര പോകും. ഈ 3 പള്ളിയിലേക്കല്ല, മറിച്ച് അങ്ങോട്ട് ഇറാഖിലെ റബദയിലേക്ക് യാത്ര പോകും. എന്തിനു വേണ്ടി? ലിതഖ്ബീലി യദി സൽമാ, സൽമത്ത് ബിനുൽ അക്വഇന്റെ കൈ. ഏത് കൈ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട ഉമനീര് മുക്കികെട്ട് അദ്ദേഹത്തിന്റെ കൈയിലേക്ക് തേച്ചു കൊടുത്തുകൊണ്ട് യുദ്ധത്തിൽ മുറിവാർന്നതാകുന്ന കൈ, ശിവപ്പെടുത്തിയതാകുന്ന ആ കൈയൊന്ന് ചുംബിക്കാൻ വേണ്ടി സഹാബത്ത് റബദയിലേക്ക് യാത്ര പോകുമായിരുന്നു, ഇറാഖിലെ റബദയിലേക്ക്. മനസ്സിലായോ? എന്താ കാരണം? നബി തങ്ങളുടെ ഉമനീര് പറയുന്ന ആ കൈയുണ്ടല്ലോ, ആ കൈ ഒന്ന് ചുംബിക്കാൻ. ഈ തഖ്ബീലി യദി സൽമാ.
വേറൊരു സഹാബിയുടെ അടുത്തേക്കല്ല, വേറെ എത്രയോ സഹാബത്ത് അവിടെയുണ്ട്, മക്കത്തുണ്ട്, മദീനത്തുണ്ട്. മക്കത്തു നിന്നും മദീനത്തു നിന്നും സഹാബത്ത് ഇറാഖിൽ റബദയിലേക്ക് പോവാ. കാരണം അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. സലമ അദ്ദേഹത്തിന്റെ കൈയൊന്ന് ചുംബിക്കണം, അതിനുവേണ്ടി യാത്ര ചെയ്യാം. ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്തിനു വേണ്ടി? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമനീര് അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ കൈ പരിപൂർണമായി ഭംഗിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നബി പിടിച്ച കയ്യ, ആ കയ്യിലൊന്ന് ചുംബിക്കുക, അത് വലിയൊരു പ്രതിഫലമാണ്. അത് മനസ്സിലാക്കിയിട്ട് പോവാൻ. ഇതാണ് നമ്മൾ ഉലമാക്കളുടെയും പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും ഒക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ കൈ പിടിച്ച് ചുംബിക്കൂലേ? മാൻ നബവി തങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ നോക്കിയെടുക്കാനുള്ള അറബി ഗ്രാമറും കഴിവുള്ളവർക്ക് തിരിയുള്ളൂ. അല്ലാത്തവർക്ക് ഇതിങ്ങനെ റോഡിൽ നിന്നിട്ട് പ്രസംഗിക്കുക, ഇതിനൊന്നും തെളിവില്ല, അസിലില്ല. സയ്യിദന്മാരെ കാണുമ്പോൾ, അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബഹുമാനിക്കും. കാരണം നബി തങ്ങളുടെ ഒരു പരമ്പരയാണ് അവർ. ബഹുമാനിക്കും, അവരുടെ കയ്യിൽ പിടിക്കും, ചുംബിക്കും നമ്മൾ. അത് വേണം, പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അംഗീകരിച്ചതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആരാണ് സ്വഹാബത്ത്? സ്വഹാബത്തിന്റെ പ്രവർത്തനമാണ് ഈ പറഞ്ഞത്. സ്വഹാബത്തിന്റെ പ്രവർത്തനം, നബി ഇഷ്ടപ്പെട്ടതെന്തോ അത് അവരങ്ങ് ഇഷ്ടപ്പെടുകയാണ്. നബി ഇഷ്ടപ്പെട്ടത് പരിപൂർണമായി ഇഷ്ടപ്പെടുന്ന സ്വഹാബത്ത്.